ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഗീതാ മോഹനൻ, ചെമ്പ്ര. ഞാൻ മലപ്പുറം ജില്ലയിൽ തിരൂരാണ്. പക്ഷെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പൂനെയിൽ നിന്നാണ്. ഏതായാലും ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്നിലേക്ക് എത്തിച്ച എല്ലാ കേരള വിന്നിംഗ് ടീം ലീഡേഴ്സിനും നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ കൂടിയുള്ളത് ഗ്ലോബൽ സിഇഒ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. അത് ജീവിതത്തിൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്ന വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷനാണ് ഈ ഒരു സിഇഒ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് പുതിയതായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് ശരിയായൊരു തീരുമാനം എടുക്കാനും അതിലൂടെ ലൈഫിൽ വിജയിക്കാനും വലിയൊരു അവസരമാണിത്. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഗ്ലോബൽ സിഇഒയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ വരുന്ന വ്യക്തി ഒരു സ്റ്റുഡന്റ് ആയിരിക്കുമ്പോൾ തന്നെ ഈ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കുകയും അത് സ്വന്തം ബ്രദറിൽ നിന്നാണ് മനസ്സിലാക്കിയത്. ഒരു മറ്റൊരു ബ്രദറിന് ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാം ഇത് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ഒരു പാഷനേറ്റ് ആയിട്ട് ഏറ്റെടുക്കുകയും ഇതിലൂടെ സക്സസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇന്ന് ഈ ഓപ്പർച്യൂണിറ്റി നമുക്ക് വേണ്ടി പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വരുന്ന വ്യക്തി മിസ്റ്റർ ശ്രീരാഗ്. അദ്ദേഹം വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. അദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് വേറെ കൂടുതലായിട്ട് പഠിക്കാനൊന്നും ശ്രമിക്കാതെ നേരെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനുണ്ടായത്. വലിയ രീതിയിൽ സക്സസ് നേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോ നമുക്ക് ഒരു ബിസിനസ് മാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാം. അദ്ദേഹത്തെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാം. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു മാഡം. വോയിസ് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ, ഗീതാ മാഡം എന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് ശ്രീരാഗ് എന്നാണ്. സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരാണ്. മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ ഡിഗ്രി കഴിഞ്ഞു. BA ആണ് പഠിച്ചത്, BA എക്കണോമിക്സ്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടും എൻ്റെ ഒരു കരിയറായിട്ടും ഈ പറഞ്ഞ പോലെ ഒരു പാഷനായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ ഇന്ന് ഇവിടെ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എനിക്ക് വേണ്ട സമയം ഒരു 40 മിനിറ്റ് ആണ്. അപ്പൊ ആ ഒരു 40 മിനിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ശ്രദ്ധയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ വലിയ മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളൊരു സ്റ്റുഡന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരായിക്കോട്ടെ, നിങ്ങളുടെ ജോലിനെയും അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തത്തിനെ ഒന്നും ബാധിക്കാതെ നല്ലൊരു സെക്യൂരിറ്റി ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഈ ഒരു കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ് ഷെയർ ചെയ്യാനായിട്ട് പോകണം. ഓക്കെ, എപ്പോഴും നമുക്കറിയാം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം പണ്ടത്തെ പല ജോലിയോ പല കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല. അപ്പൊ ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാം. ഞാൻ എന്തായാലും ഒരു സ്ലൈഡിന്റെ ഹെൽപ്പോട് കൂടി ഈ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യും. അവിടെ ഈ സ്ലൈഡ് വിസിബിൾ അല്ലേ? വിസിബിൾ ആണ് സർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമ്മുടെ ഈ ഓപ്പർച്യൂണിറ്റിയുടെ പേര് CEO എന്നാണ്. അതായത് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മുടെ ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയുടെ പേര്. നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ കൺസ്യൂമേഴ്സ് ആണ്, ശരിയല്ലേ? നമ്മൾ ഗുഡ് മോർണിംഗ് മുതൽ ഗുഡ് നൈറ്റ് വരെ, അല്ലെങ്കിൽ ജനനം മുതൽ മരണം വരെ നമ്മളെല്ലാവരും കൺസ്യൂമർ ആണ്. പക്ഷെ നമുക്കറിയാം അതിൽ നിന്ന് ഇന്നേ വരെ ഒരു സാമ്പത്തികമായിട്ട് നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. കൺസ്യൂമർ എന്നും കൺസ്യൂമർ തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു കൺസ്യൂമറായിട്ട് നിന്നുകൊണ്ട് ഒരു ബിസിനസ്സിന്റെ ഓണർഷിപ്പ് നമുക്ക് നേടിയെടുക്കാനും അതിലൂടെ ഒരു ഹ്യൂജ് വരുമാനം നേടിയെടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്രൊജക്റ്റാണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു പ്രൊജക്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ്. നമുക്കറിയാം മറ്റെന്തൊരു സംരംഭമാണെങ്കിലും ഇപ്പൊ സ്വന്തമായിട്ട് എന്ത് കാര്യം നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോഴും അതിന്റെ എല്ലാ റിസ്ക്കും നമ്മൾ തന്നെ ഏറ്റെടുക്കേണ്ടി വരും, ശരിയല്ല? ആരും നമ്മളെ സഹായിക്കാൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നേർ വഴി പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുക, അതിങ്ങനെ ഒന്നും നമുക്ക് എല്ലാം റിസ്ക് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രൊജക്ട് വഴി കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ബാക്കപ്പും സപ്പോർട്ടും എല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരു വണ്ടർഫുൾ ഓർഗനൈസേഷൻ ആണ് വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പ്രൊജക്ട് നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ
അഡ്വാൻറ്റേജ്. ഓക്കെ, നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടാവും. സ്വപ്നമില്ലാത്ത ആളുകളില്ല, ശരിയല്ലേ? മനനം ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ എന്നാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളോ ലക്ഷ്യങ്ങളോ എല്ലാവർക്കും മറ്റൊരാൾക്ക് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കാം. ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് നേട്ടം ഉണ്ടാകുന്നുള്ളതായിരിക്കാം. ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ട നല്ല ഒരു കാറൊക്കെ വേണം എന്നുള്ളതായിരിക്കാം. ചിലപ്പോൾ ഫാമിലി ആയിട്ട് യാത്ര പോകാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കാന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടുക എന്നുള്ളതായിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രയോറിറ്റി ആയിരിക്കും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വപ്നമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല, ചിലപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ തിരക്ക് പിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് നമുക്ക് ചിന്തിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ശരിയല്ല? നമുക്കൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഇതെല്ലാം നമുക്ക് ആഗ്രഹങ്ങളെല്ലാം നമുക്കുണ്ട്, പക്ഷെ അതെല്ലാം നമ്മൾ ഒതുക്കി വെച്ചേക്കുവരും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ എത്ര വലിയ സ്വപ്നങ്ങളും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ, നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റിയ ഒരു വണ്ടർഫുൾ പ്രൊജക്റ്റാണിത്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ ലൈഫിൽ സക്സസ്ഫുൾ ആയ ഒരുപാട് ആൾക്കാരുടെ സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ട്, ശരിയല്ലേ? ഇന്നിപ്പോൾ നമുക്ക് ഒരു സോഷ്യൽ മീഡിയ, ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫേസ്ബുക്ക്, യൂട്യൂബ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഷോർട്സ് വീഡിയോ ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകളുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസൊക്കെ നമ്മൾ ദിവസേന നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ശരിക്കും ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് അവരെ മനസ്സിൽ വന്ന കാര്യം കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ വിജയിക്കുക എന്നുള്ളതായിരിക്കും ശരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും നമ്മളും ചിന്തിച്ചിട്ടുണ്ടാവും, വർഷങ്ങളായിട്ട് ഞാൻ പല ജോലി ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, എൻ്റെ ലൈഫിൽ മാത്രം എന്താണ് ഒരു മാറ്റം ഉണ്ടാവാത്തത്? പലപ്പോഴും നമ്മളോട് തന്നെ ചോദിച്ച ചോദ്യമായിരിക്കാം. ശരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ലൈഫിൽ സക്സസ്ഫുൾ ആവാന്ന് പറഞ്ഞാൽ ഈ ഒരു പറയുന്ന 4 കാര്യത്തിന്റെ കോമ്പിനേഷൻ ആണ്. ഇപ്പൊ എന്നെ കേൾക്കുന്ന ഫ്രണ്ട്സുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ 4 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ, ഈ 4 കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരും എന്ന് 100% ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജോലി, നമ്മുടെ വരുമാനമായിട്ട് മുന്നോട്ട് പോയാൽ മതി. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടുന്നില്ല എന്നാണെങ്കിൽ ലൈഫിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും മാറി ചിന്തിക്കണം. അത് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടംമാതിരി പണം വേണം, സംശയമല്ല, ഇനഫ് മണി. 2, ഇനഫ് ടൈം, നമുക്ക് ഇഷ്ടംമാതിരി സമയം വേണം. അടുത്ത് പ്രോപ്പർ ഹെൽത്ത്, നല്ല ആരോഗ്യം കൂടെ വേണം. അടുത്ത് ലൈഫ് സെക്യൂരിറ്റി, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവുന്നുള്ള സെക്യൂരിറ്റിയും കൂടെ വേണം. ഒന്ന് ആലോചിച്ച് പോവുക. ഇപ്പം നമുക്ക് ഇഷ്ടംമാതിരി ജീവിതത്തിൽ നമുക്ക് ഇഷ്ടംമാതിരി പണമുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടംമാതിരി സമയമുണ്ട്, ഇഷ്ടംമാതിരി പണമുണ്ട്, ഇഷ്ടംമാതിരി സമയമുണ്ട്, പക്ഷെ ആരോഗ്യമില്ല, അല്ലെങ്കിൽ ബെഡ് റെസ്റ്റ് ആണ്. നമുക്ക് ഈ പണമോ സമയമോ കിട്ടിയിട്ടോ കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ ഇഷ്ടംമാതിരി പണമുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, നിന്നിരിക്കാൻ സമയമില്ല. അപ്പൊ നമുക്ക് ഈ പണോ അല്ലെങ്കിൽ ഹെൽത്തോ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതൊന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ ഇതിൽ ഒരു പോയിന്റ് പോയി കഴിഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ഏതൊരാളെയും നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ, ഈ പറയുന്ന 4 കോമ്പിനേഷൻ ഒരുമിച്ച് അവിടെ ലൈഫിൽ വന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് മുന്നോട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ 5 കൊല്ലോ 10 കൊല്ലോ 20 കൊല്ലോ ചെയ്താലും നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന ഘടകങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നില്ല എന്നാണെങ്കിൽ, നിങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറാവണമെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി വഴി ഈ പറയുന്ന 4 കാര്യങ്ങളും, ജീവിതത്തിൽ വിജയിക്കേണ്ടതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള 4 കാര്യങ്ങളും ഒരുമിച്ച് നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. ഇതൊക്കെ നോക്കുമ്പോഴും ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിലെ ആൻസർ നമ്മളോട് തന്നെയാണ് ചോദിക്കേണ്ടത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ കറന്റ് ഇൻകം സ്റ്റാറ്റസ്? എന്താണ് ഇപ്പോഴുള്ള നിങ്ങളുടെ വരുമാനം, അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ വരുമാനത്തിൽ നിങ്ങൾ ഹാപ്പിയാണോ? 2, വാട്ട് അബൌട്ട് യുവർ സേവിങ്സ് ഫോർ ഫ്യൂച്ചർ? ഇപ്പോൾ ഉള്ള വരുമാനം കൊണ്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും സേവ് ചെയ്യാനായിട്ട് പറ്റാറുണ്ടോ? ആർ യു ഷുവർ അബൌട്ട് യുവർ ജോബ് സെക്യൂരിറ്റി? ഇപ്പോൾ ഉള്ള ജോലിയിൽ അല്ലെങ്കിൽ വരുമാനത്തിൽ എന്ത് സെക്യൂരിറ്റിയാണ് ഉള്ളത്? ഹൗ വിൽ യു മാനേജ് വെൻ യുവർ കറന്റ് ഇൻകം സ്റ്റോപ്സ്? ഇപ്പം നിലവിലുള്ള വരുമാന മാർഗം അല്ലെങ്കിൽ ജോലി നിന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതിരുന്നാൽ മറ്റെന്തെങ്കിലും വരുമാന മാർഗം നമുക്കുണ്ടോ? ഡു യു ഹാവ് ടു ക്വാളിറ്റി ടൈം ടു സ്പെൻഡ് വിത്ത് യുവർ ഫാമിലി? ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സമയം നമ്മുടെ ഫാമിലിയോടൊപ്പം ചിലവഴിക്കാൻ നമുക്ക് കിട്ടാറുണ്ടോ? ഇതിന്റെ എല്ലാ ആൻസർ നമുക്കറിയാം. ഒരു എംപ്ലോയ്മെന്റ് ലെവലിൽ നിന്ന് നോക്കുമ്പോൾ എല്ലാത്തിന്റെ ആൻസർ നമുക്കറിയാം നോ എന്ന് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ എസ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ എപ്പോഴും നോ ആയിട്ട് ഈ പറയുന്ന ക്വസ്റ്റ്യനെല്ലാം ആൻസർ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇതിനെല്ലാം നമുക്ക് എസ് ആക്കി മാറ്റാൻ പറ്റിയ ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ മാറി ചിന്തിക്കണം, ഈ 4 കാര്യങ്ങളൊക്കെ കടന്നു വരണം എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷെ ഏത് രീതിയിലുള്ള വരുമാനം വാങ്ങിച്ചാലാണ് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവും കൂടെ നമുക്ക് ഉണ്ടാവണം, ശരിയല്ല? കാരണം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നമുക്ക് ഈ പറയുന്ന 4 കാര്യങ്ങൾ ലൈഫിൽ കിട്ടുമെങ്കിൽ പണ്ടേ നമുക്ക് കിട്ടിയെന്നേ. കാരണം നമ്മൾ ജോലി ചെയ്യാതിരിക്കുകയല്ല, നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്, ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, പല ബിസിനസ് ചെയ്യുന്നുണ്ട്, പല ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ലൈഫിൽ മാറ്റമില്ല. കഴിഞ്ഞ വർഷം എങ്ങനെയാണോ അതേ വർഷം അതുപോലെ തന്നെ ആ ഒരു ബുദ്ധിമുട്ടും ആ ഒരു കഷ്ടപ്പാടും നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും, പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവാം,
ചിന്തിച്ചിട്ടുണ്ടാവും. എപ്പോഴും ആളുകൾ കൂടുതലും പറയുന്ന കാര്യം തന്നെയാണ്, പണക്കാരെപ്പോഴും പണക്കാരായിക്കൊണ്ടിരിക്കുകയാണ്, ദാരിദ്ര്യമൊന്നും ദരിദ്രമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ക്ലിയർ കട്ട് ആൻസറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റ് ഉണ്ട് റോബർട്ട് കിയോസാക്കി. ഞാൻ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. കാരണം ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള എല്ലാ ആൾക്കാരും മനസ്സിലാക്കിയിരിക്കുന്ന തിയറിയാണ്. ലോകത്തിൽ ജെനുവനായിട്ട് വരുമാനം വാങ്ങുന്ന ആൾക്കാർ 4 രീതിക്കുണ്ട്. ഓക്കെ, ഇതിന് 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയുടെ പേര് ആക്റ്റീവ് ഇൻകം എന്നാണ്. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ആക്റ്റീവ് ആയാൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. ഇപ്പൊ അതിൽ തന്നെയാണ് എംപ്ലോയി, എന്ന് എഴുതിയുണ്ട് എംപ്ലോയി. നമുക്കറിയാം ഒരു സ്ഥാപനത്തിന്റെ കീഴിലോ ഒരു വ്യക്തിയുടെ കീഴിലോ നമ്മൾ സമയം എഫേർട്ടും കൊടുക്കുന്നു, നമുക്ക് വരുമാനം കിട്ടുന്നു. ഇപ്പൊ നമുക്കറിയാം നാളെ ശനിയാഴ്ചയാണ്, സാറ്റർഡേ ആണ്, നാളെ ജോലിക്ക് പോയാൽ വരുമാനം കിട്ടും, ജോലിക്ക് പോയില്ലെങ്കിൽ വരുമാനം കിട്ടില്ല. ഒരാഴ്ച പോയില്ലെങ്കിലോ, ഒരാഴ്ചത്തെ വരുമാനം കിട്ടില്ല. 2 ആഴ്ച പോയില്ലെങ്കിൽ ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല. കാരണം നമ്മൾ സമയം എഫേർട്ടും കൊടുത്താൽ മാത്രമേ അവിടെ വരുമാനം കിട്ടുള്ളൂ. അതിന് പ്രത്യേകത ആണ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ ആക്റ്റീവ് ആയാൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. അടുത്താണ് സെൽഫ് എംപ്ലോയ്മെന്റ്. ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു പാട്ട് പാടാനുള്ള കഴിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ പാട്ട് പാടി വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഞാനൊരു ഡോക്ടർ ആണെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്ത് വരുമാനം വാങ്ങും. അല്ലെങ്കിൽ ഒരു മെക്കാനിക് ആണെങ്കിൽ വണ്ടി സർവീസ് ചെയ്ത് വരുമാനം വാങ്ങും. പക്ഷെ അവിടെയും എനിക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ ടാലന്റ് ഉണ്ട്, സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും അവിടെ ചെയ്താലേ എനിക്ക് വരുമാനമുള്ളൂ. ഇപ്പൊ ഞാൻ ഡോക്ടർ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലേ എനിക്ക് വരുമാനമുള്ളൂ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമുക്ക് പറയാം നമ്മുടെ ആക്ടറായിട്ടുള്ള ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹം ആക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് നല്ല വരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ആക്സിഡന്റ് പറ്റി ഇപ്പോൾ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ എന്തില്ല, അദ്ദേഹത്തിന് ടാലന്റ് ഉണ്ട്, പക്ഷെ ഇപ്പൊ അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ വരുമാനമില്ല. കാരണം ഈ ഒരു മേഖല രണ്ടും വരുന്നത് ആക്റ്റീവ് ഇൻകത്തിലാണ്, എംപ്ലോയ്മെന്റ്, സെൽഫ് എംപ്ലോയ്മെന്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ലോക പോപ്പുലേഷനിൽ 95% ആൾക്കാരും ഇങ്ങനെ ഒരു ആക്റ്റീവ് ഇൻകം ഹോൾഡേഴ്സ് ആണ്. ഒരു 5% അവരെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത്, കൂടുതൽ പഠിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ 4 കാര്യങ്ങൾ ഒരുമിച്ച് നേടിയെടുത്തിട്ടുള്ള ആൾക്കാർ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ 5%. അതിൽ തന്നെയാണ് ബിസിനസ് ഓണർ ആൻഡ് ഇൻവെസ്റ്റർ എന്ന് പറയും. ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും ചെറിയ എന്തെങ്കിലുമൊക്കെ ഷോപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു മൊബൈൽ ഇടാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാൾ എന്താ ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഞാനും ബിസിനസ്സാണ് ചെയ്യണമെന്ന് പറയും. പക്ഷെ അത് സെൽഫ് എംപ്ലോയ്മെന്റ് ബിസിനസ് ആണ്. കാരണം ഞാൻ എന്നും പോയി ആ ഒരു ഷോപ്പ് ഓപ്പൺ ഷട്ടർ പൊക്കിയാലേ വരുമാനമുള്ളൂ. അത് സെൽഫ് എംപ്ലോയ്മെന്റ് ബിസിനസ് ആണ്. റിയൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആബ്സെൻസിലും വരുമാനം കിട്ടണം. ഇപ്പൊ നമുക്കറിയാം എക്സാമ്പിൾ നമ്മുടെ റിലയൻസ് അല്ലെ, ഇപ്പൊ റിലയൻസ്, ഇപ്പൊ ജിയോ പമ്പുകൾ അല്ലെ, റിലയൻസിന്റെ പമ്പുകളൊക്കെ നമ്മുടെ വീടിന്റെ നിയറസ്റ്റ് ടൗണിലുണ്ട്. നമ്മുടെ വണ്ടിക്ക് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും ആ ഒരു പമ്പിൽ നമ്മുടെ അംബാനിനെ, മുകേഷ് അംബാനിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അംബാനിക്ക് ഏകദേശം 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും വിദ്യാഭ്യാസം ഉള്ളൂ. പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ്? അദ്ദേഹത്തിനേക്കാളും കഴിവും സാമർത്ഥ്യമുള്ള ആൾക്കാരെ എന്ത് ചെയ്തു? ജോലിക്ക് വെച്ചു. അവരുടെ സമയം എഫേർട്ടും വിലയ്ക്ക് വാങ്ങിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സക്സസ്. ചുരുക്കി പറഞ്ഞാൽ വെറുതെ വീട്ടിൽ കയറി ഇരിക്കുമ്പോഴും നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് റിയൽ ബിസിനസ്. അടുത്താണ് ഇൻവെസ്റ്റേഴ്സ്. ഇത് പണം ഇട്ടിട്ട് പണം എടുക്കുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ബാങ്കിൽ കുറച്ചൊരു ഒരു ഒരു ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്കറിയാൻ ഇൻട്രസ്റ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു എറണാകുളം ടൗണിലോ അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിലോ അല്ലെങ്കിൽ കൊല്ലം ടൗണിലോ നമുക്ക് സ്വന്തമായിട്ട് ഒരു 10 കടമുറി ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്കറിയാം റെന്റിന് കൊടുത്താൽ മതി എന്ന്, നമ്മളവിടെ പോയി ഇരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. അതായത് ഒരു പണം ഇട്ടിട്ട് പണം എടുക്കുന്ന രീതി. ഇപ്പൊ നമുക്കറിയാം ലുലു മാള്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പക്ഷെ ഇപ്പൊ കോടികൾ റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, ലോക പോപ്പുലേഷനിൽ വെറും 5% ആളുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു ഏണിങ്സ്. ഇതിനെ പറയുന്ന പേര് പാസീവ് ഇൻകം എന്നാണ്. ഈ പാസീവ് ഇൻകത്തിന്റെ പ്രത്യേകത, ജീവിതകാലം മൊത്തം എഫേർട്ട് പണിയെടുക്കുന്നവരല്ല. ഒരു പീരീഡ് സമയം ഒരു മേഖല തിരഞ്ഞെടുത്ത് അതിൽ എഫേർട്ട് ഇട്ടിട്ട് ഒരു പീരീഡ് സമയം എഫേർട്ട് ഇട്ടിട്ട് മാറി നിന്നിട്ടും ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് പാസീവ് ഇൻകം ഹോൾഡേഴ്സ്. പക്ഷെ ലോക പോപ്പുലേഷനിൽ 5% ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ മറ്റൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ട കാര്യം, പക്ഷെ സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 95% ഇരിക്കുന്നത് ഈ 5%കാരായ പാസീവ് ഇൻകത്തിന്റെ കയ്യിലാണ്. വെറും 5% സമ്പത്ത് മാത്രമേ ഉള്ളൂ 95% ആക്റ്റീവ് ഇൻകത്തിന്റെ കയ്യിൽ. ഇനി ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വർഷങ്ങളായിട്ട് പല ജോലി ചെയ്തിട്ടും പല ബിസിനസ് ചെയ്തിട്ടും നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകാത്തതിന്റെ കാര്യം, നമ്മളൊരു ആക്റ്റീവ് ഇൻകം ഹോൾഡറാണ്. ഒരു 1 മാൻ ഷോയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മൾ ഓടിയ വരുമാനം കിട്ടും, ഓടിയില്ലേ വരുമാനം കിട്ടില്ല. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് ഉണ്ടാവേണ്ട കാര്യം, ലൈഫിൽ സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു പാസീവ് ഇൻകം വേണം. ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല പണിക്കാരനാവാൻ പറ്റും. നല്ല പണക്കാരൻ ആവണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പാസീവ് ഇൻകം നമുക്ക് ജനറേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പൊ നിങ്ങൾ ഒരു സാധാ എംപ്ലോയ്മെന്റ് ആയിക്കോട്ടെ, ഒരു സാധാ ജോലി ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ഏത് ഫീൽഡിലുള്ള ആളായിക്കോട്ടെ, ഒരു ആണോ പെണ്ണോ പ്രായോ വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ലാതെ രീതി തന്നെ ഒരു ആക്റ്റീവ് ഇൻകത്തിൽ നിന്ന് ഒരു പാസീവ് ഇൻകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇനി ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് നോക്കാം. ഒന്നൊരു എക്സ്ട്രാ ഇൻകം, നിങ്ങളുടെ ജോലിക്കൊപ്പം ഒരു അഡീഷണൽ വരുമാനം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റിയോടെ കണക്ട് ചെയ്യാം. ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടി കണക്ട് ചെയ്യാം. നമുക്കറിയാം പ്രധാനമായിട്ടും ഈ കോഡിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുന്ന കാര്യമാണ് ജോലിക്കൊപ്പം ഒരു അഡീഷണൽ വരുമാനം. കാരണം കോഡ് പഠിപ്പിച്ച പാഠം തന്നെ നമുക്കറിയാം, ഒരു വരുമാന മാർഗം കൊണ്ട് മുന്നോട്ട് പോകുന്ന റിസ്ക് ആണെന്നുള്ളതാണ് കോഡ് പഠിപ്പിച്ചത്. അപ്പൊ അഡീഷണൽ വരുമാനം എല്ലാവർക്കും താല്പര്യമുണ്ട്, അതിനുവേണ്ടി കണക്ട് ചെയ്യാം. രണ്ട്, നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം, പണം ഒരു തടസ്സമല്ലാത്ത അവസ്ഥ. പക്ഷെ ഇപ്പൊ നമുക്ക് തടസ്സമാണ്, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ പുറത്തു പോകുന്ന നേരത്ത് ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ എന്താ നോക്കണേ? അതിന്റെ ടാഗാണ്, വില നോക്കിയിട്ടാണ് വാങ്ങാറ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ പോയിട്ട് അത് ഇഷ്ടപ്പെട്ടു, പാക്ക് ചെയ്തോളാം നിങ്ങൾ നമ്മൾ പറയാറുണ്ടോ? വില ചോദിച്ചിട്ടാണ് അത് വാങ്ങണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കാറ്. അപ്പോൾ വില നോക്കാതെ ആഗ്രഹിച്ച സാധനം ആഗ്രഹിച്ച സമയത്ത് വാങ്ങാൻ കഴിയുന്നതിനാണ് ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുക. അത് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണക്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്തൊരു ടൈം ഫ്രീഡം. ഞാൻ പറഞ്ഞു, സമയം നമുക്ക് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒട്ടുമില്ല എന്ന് പറയുന്ന കാര്യം തന്നെ സമയമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാം, ഒരു ഡോക്ടറെ എടുക്കാം. അദ്ദേഹം ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ചില വീട്ടിലും വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഒരു ഫംഗ്ഷൻ വിളിച്ചാൽ ആ ഡോക്ടർ വരില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് പണമുണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷെ എന്തില്ല? സമയമില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പല പല ബിസിനസ് ചെയ്യുന്ന, വലിയ വലിയ ബിസിനസ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള, മറ്റു പല ബിസിനസ് ഒക്കെ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കുക, ബിസിനസ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ പറയും ബിസിനസ് ഒക്കെ നല്ല ഉഷാറായിട്ട് നല്ല പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ ഒരു കാര്യം കൂടെ അവർ പറയും, നിന്നിരിക്കാൻ സമയമില്ല. അപ്പൊ സമയം ഇല്ല എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അത് നമ്മുടെ കാര്യം തന്നെ. ഇപ്പൊ നാളെ വർക്കിംഗ് ഡേ ആണ്, പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് ഒന്നും നമ്മൾ തന്നെ എന്താ ചെയ്യണേ? ഒന്നല്ലെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ പോയിട്ട് വരാൻ നോക്കും. കാരണം എന്താ? നമ്മൾ സമയം എഫേർട്ടും കൊടുത്താൽ മാത്രമേ വരുമാനം കിട്ടുള്ളൂ. കാരണം എന്താ? ഒരു ജോലിക്ക് പോകുമ്പോൾ അവിടെ സമയം കൺട്രോൾ ചെയ്യണം നമ്മളല്ല, അതിന്റെ ഓണറാണ്. നമുക്ക് തോന്നിയ സമയത്ത് കയറി ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഒരു ടൈം ഫ്രീഡം ഉണ്ട്, നമുക്ക് തീരുമാനിക്കാം, നമുക്ക് പ്രവർത്തിക്കേണ്ട സമയം ആണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ ഗുഡ് ഹെൽത്ത്, നല്ല ആരോഗ്യം. പൈസ വേണ്ടാന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടാവുമായിരിക്കും, പക്ഷെ ആരോഗ്യം വേണ്ടെന്ന് ആരും പറയില്ല. നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണ്. അപ്പം നല്ല ആരോഗ്യം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, നല്ല ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി, നല്ല ആരോഗ്യം നേടിയെടുക്കാൻ വേണ്ടി ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്യാം. അടുത്താണ് ലീവ് എ ലെഗസി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇപ്പൊ നമുക്ക് നല്ല ജോലിയുണ്ട്, നല്ലൊരു വരുമാനം ഉണ്ട്, അതൊരിക്കലും നമുക്ക് നമ്മുടെ ഒരു തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, നല്ല പ്രോഫിറ്റും കാര്യങ്ങളുണ്ട്, അതേ ബിസിനസ് തന്നെ നമ്മുടെ തലമുറയ്ക്ക് ഏറ്റെടുക്കാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് ആ ബിസിനസ് ഒരു പാഷനേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി പ്രത്യേകത, ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഓരോ സമയ എഫേർട്ടും നമ്മുടെ തലമുറയ്ക്കും കൂടെ കൈമാറ്റം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ഏറ്റവും ഒരു വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ് ആണ്. കാരണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്, കാരണം നമുക്കറിയാം ഇപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെ? എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നല്ല മാർക്ക് വാങ്ങുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ആണ്. നമുക്കറിയാം നല്ലൊരു സെക്യൂരിറ്റി, നല്ലൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഇല്ലാന്നാണെങ്കിൽ ഒരിക്കലും നല്ലൊരു അവസരം നമ്മുടെ മക്കൾക്ക് കൈമാറ്റം അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കുന്ന ഓരോ സമയം എഫേർട്ടും നമ്മുടെ തലമുറയ്ക്കും കൂടെ കൈമാറ്റം ചെയ്യാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഏർലി റിട്ടയർമെന്റ്. ഇത് ജീവിതകാലം മൊത്തം ചെയ്യേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു ജോലി എന്ന് വരെ ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നൊരു വയ്യായ്മ വന്നോ, എന്നൊരു ആരോഗ്യ പ്രശ്നം വന്നോ, അന്നൊരു ജോലി ചെയ്യേണ്ടി വരും, അല്ലെ? എന്നൊരു ആരോഗ്യ പ്രശ്നം വന്ന് ജോലി ചെയ്യേണ്ടി വരും. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം വന്ന് നമുക്ക് ജോലി ചെയ്യാൻ പറ്റാതിരുന്ന പിന്നെ നമുക്ക് വരുമാനം നമുക്ക് കിട്ടില്ല. നമുക്കറിയാം ഒരിക്കലും ഒരു ജോലി കൊള്ളാന്നല്ല, എല്ലാ ജോലിയും നല്ല തന്നെയാണ്. പക്ഷെ ജോലിയിൽ ഈ പറഞ്ഞ റിട്ടയർമെന്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷെ ഈ ഓപ്പർച്യൂണിറ്റി പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റമാറ്റിക് ആയിട്ടൊന്ന് പഠിച്ച് മനസ്സിലാക്കി ഒരു 4-5 വർഷം നമ്മുടെ ടൈം, പൈസയല്ല, നമ്മുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ കൂടെ നമുക്കുണ്ട്. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് ജോലി എല്ലാവരും പറയാറുണ്ട്, ഒരു 55 അല്ല 56 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ആവാമെന്ന് പറയാറുണ്ട്. പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 56 വയസ്സൊക്കെ ആകുമ്പോൾ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടിയ വരുമാനം ഒരിക്കലും കിട്ടില്ലല്ലോ, ശരിയല്ലേ? ആ പെൻഷനായിട്ട് ഇപ്പൊ അവർക്ക് കിട്ടുന്ന വരുമാനത്തിന് 4 മാത്രമേ പെൻഷനായിട്ട് കിട്ടുള്ളൂ. നമുക്കറിയാം ഇനി മുന്നോട്ട് പോകുമ്പോൾ പെൻഷൻ കിട്ടുമെന്ന് പോലും അറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ഒരിക്കലും പിന്നെ ഒരു 20-25 അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരാളുടെ എക്സൈറ്റ്മെന്റ് എനർജി ഒന്നും 55-56 വയസ്സുള്ള ആൾക്ക് ഉണ്ടാവില്ല. ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. നമുക്കറിയാം ഏറ്റവും നല്ല ജോലി ഗവൺമെന്റ് ജോലിയാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ആ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് പിന്നെയും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ജീവിതകാലം മൊത്തം എഫേർട്ട് എപ്പോഴും നമ്മൾ ഇട്ടുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് റിട്ടയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നല്ല പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ ഉണ്ട്. ഒരു വർഷത്തിൽ നമുക്ക് 3 വിദേശയാത്രയുണ്ട്. അപ്പൊ യാത്ര പോവാന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെ? അപ്പൊ നമുക്ക് പണമുണ്ട്, സമയമുണ്ട്, ആരോഗ്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ് യാത്രയൊക്കെ പോകാന്നുള്ളത്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ വിദേശത്തേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആണ്. സാധാരണക്കാർ 2 കാര്യത്തിനാണ് പ്രധാനമായിട്ട് വിദേശത്തേക്ക് പോകുന്നത്. ഒന്ന് പഠിക്കാൻ വേണ്ടി, അല്ലെ? കാനഡ, ജർമ്മനി അല്ലെങ്കിൽ ലണ്ടനൊക്കെ, ഓസ്ട്രേലിയയൊക്കെ പോകാറുണ്ട്.
2 ജോലിക്ക് വേണ്ടി ദുബായ്, സൗദി, ബഹ്റിനൊക്കെ പോകാറുണ്ട്. പക്ഷെ എൻജോയ് ചെയ്തിട്ടും മറ്റും വരാന്ന് പറഞ്ഞ സാധാരണക്കാരെ അധികം പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഒരു വർഷത്തിൽ 3 വിദേശയാത്രയുണ്ട്, നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ നമുക്ക് നേരിടുക്കാൻ പറ്റും. ഇത് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി കണക്ട് ചെയ്യാം. ഇത് മാത്രമല്ല, സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീട് വെക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യാം. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാർ വാങ്ങണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ ഓപ്പർച്യൂണിറ്റിയായിട്ട് കണക്ട് ചെയ്യാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഞാൻ ഈ പറഞ്ഞ പോയിന്റുകളും നമ്മുടെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. വേറൊരു കാര്യം കൂടി ചിന്തിച്ചു നോക്കുക, ഇപ്പം നമുക്ക് നല്ല ജോലിയുണ്ട്, ഒരു 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിൽ കാർ വാങ്ങാനും വീട് വയ്ക്കാനും യാത്ര ചെയ്യാനൊക്കെ ആ സാലറിയിൽ നിന്ന് തന്നെ നമ്മൾ പൈസ മാറ്റി വെക്കേണ്ടി വരും. പ്രത്യേകിച്ച് അതിന് വേറെ അഡീഷണൽ പൈസ ആരും തരില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഒരു കൊടക്കീഴിൽ നമുക്ക് കിട്ടാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്. ആ കമ്പനിയുടെ പേരാണ് വെസ്റ്റീജ്. പച്ച മലയാളത്തില് കാൽപ്പാടുകൾ എന്നാണ് അർത്ഥം. വെസ്റ്റീജ് കമ്പനി 2004 ജൂൺ 2 ഡൽഹി ആസ്ഥാനമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് നമുക്ക് 9 രാജ്യങ്ങളുണ്ട്. ഓൾ ഓവർ ഇന്ത്യയിൽ ഏകദേശം 5000 കൂടുതൽ ബ്രാഞ്ച് ഓഫീസ് നമുക്ക് നിലവിലുണ്ടെന്നുള്ളതാണ്. ഏകദേശം 2729 കോടി ടേൺ ഓവറുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. ഈ കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരി 19 സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും ഇതൊരു തൊഴിലായിട്ട് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ MBAക്ക് പഠിക്കാനുള്ള ഒരു പോർഷനാണ്, ഒരു സബ്ജക്റ്റാണ് ഡയറക്ട് സെല്ലിംഗ്. ആ ഒരു മേഖലയിൽ 100 ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ 38ാമത് സ്ഥാനത്തുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. പക്ഷെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് പ്രൗഡായിട്ട് പറയാം, ആ ഗ്ലോബൽ റാങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു കമ്പനി ഉള്ളൂ, അത് നമ്മുടെ വെസ്റ്റീജ് ആണ്. ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ മാനേജ്മെന്റ്, സെൻട്രലിരിക്കുന്ന മിസ്റ്റർ ഗൗതം ബാലി. ഏകദേശം 40 വർഷത്തെ ഈ മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ഒരാൾ IT ഫീൽഡും ഒരാൾ മാർക്കറ്റ് ഫീൽഡും. ഇവർ 3 പേര് ചേർന്നിട്ടാണ് ഈ ഡിവിഷൻ, ഈ ഒരു ബിസിനസിനെ റൺ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അവാർഡ്സും റെക്കഗ്നേഷനും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള കമ്പനിയാണ്. ഇന്ത്യ ആസ് എ ബെസ്റ്റ് കമ്പനി ഓഫ് ദി ഇയർ നമുക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ഓഫ് ദി ഇയർ അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 38 റാങ്കിലാണ് നമുക്കുള്ള ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക്, ഏറ്റവും നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി എന്നുള്ള അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് എന്ന അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരവധി അവാർഡുകൾ, റെക്കഗ്നേഷൻ എല്ലാം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ വെസ്റ്റീജ്. നമ്മുടെ കമ്പനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. സ്വന്തമായിട്ട് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. ഏകദേശം ഒരു 16 കാറ്റഗറിയിലായിട്ട് നമുക്ക് 450 പരം ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ വെസ്റ്റീജ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പം എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഒരുപാട് ഡെപ്തിലേക്ക് പോകാൻ സമയമില്ല. അവർ കാറ്റഗറി തിരിച്ച് തന്നെ ഓടിച്ച് പറയാം. നിങ്ങൾ ആരാണോ ഈ സൂം പ്ലാറ്റ്ഫോമിലേക്ക് കണക്ട് ചെയ്ത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം നമുക്ക് പ്രൊഡക്റ്റിനെ കുറിച്ച് മാത്രം പറയാനാണെങ്കിൽ ഒരാഴ്ചയെങ്കിലും വേണം. അപ്പം അത്രയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് തന്നെ ഹെൽത്ത് കെയർ ആണ്. ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഗുഡ് ഹെൽത്ത് അല്ലെ, ആരോഗ്യം. ഇപ്പം എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല. അപ്പം ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം. ഇപ്പം നമുക്ക് ഇല്ലാത്തതും ആരോഗ്യം തന്നെയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്, കേട്ടുകേൾവിയില്ലാത്ത അസുഖങ്ങളൊക്കെ വന്നിട്ടാണ് ഓരോരുത്തരും മരിക്കുന്നത്. അത് പ്രായഭേദമന്യേ, ശരിയല്ലേ? പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എല്ലാം നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടി എല്ലാവരും ജീവിച്ചായിരുന്നു അല്ലെ, നല്ല ഭക്ഷണമായിരുന്നു, കാര്യങ്ങളായിരുന്നു, ഒക്കെ നമുക്കറിയാം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം നമുക്കറിയാം, ഇപ്പം നമ്മൾ വിശക്കുമ്പോൾ കിട്ടണ കഴിക്കുന്നല്ലാതെ പ്രോട്ടീൻ്റെ വിറ്റാമിൻ്റെ ഒന്നും നമ്മൾ നോക്കാറില്ല, ശരിയല്ലേ? പണ്ടുള്ള ആൾക്കാർ ഏറ്റവും കൂടുതൽ മരിക്കുന്ന പട്ടിണി നടന്നിട്ടാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരിക്കലും ഈ ബോട്ടിൽ കണ്ടിട്ട് തെറ്റിദ്ധരിക്കേണ്ട, അതൊരിക്കലും മെഡിസിൻ അല്ല, അത് ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഫുഡിലൂടെ കിട്ടാത്ത പ്രോട്ടീനും വൈറ്റമിൻസും മിനറൽസൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് നമുക്ക് തന്നേക്കുന്നതാണ്. ഇത് മരുന്നല്ല. അസുഖം വന്ന ആശുപത്രി പോകണം, ഇത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ കഴിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ സപ്ലിമെൻറ്റും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഡിസിൻ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി നമ്മുടെ പഴയ ആരോഗ്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബെസ്റ്റ് വെൽനസ് പ്രൊഡക്റ്റുകളാണ്. ഇപ്പോൾ ഉള്ള ഇൽനെസ്സാണ്. ഇപ്പോൾ നമ്മൾ അസുഖം വന്നിട്ട് ആണ് ആശുപത്രി പോകണമെങ്കിൽ ഇത് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമുക്ക് ജോയിൻറ്റ് പെയിൻസുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി ഉണ്ട്. മുട്ടുവേന, തേയ്മാനം, അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. ഒരു തേയ്മാനം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു 30-35 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ്. ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ്. ഇപ്പം ജോയിൻറ്റ് പെയിൻസ്, അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, തൈറോയിഡ്, ക്യാൻസർ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ജീവിതശൈലി രോഗങ്ങളാണ്. ഇതിൻ്റെ പ്രത്യേകത വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഉണ്ടാവും. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗം എന്ന് പറയാൻ കാരണം. ഇതിൻ്റെ പ്രത്യേകത ഇത് മാറ്റാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല, കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുള്ളൂ, മാറ്റാനുള്ള മരുന്നില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ വേറെ അസുഖത്തിൻ്റെ തുടക്കമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗ്ലൈസമിക് ആയിട്ടുള്ള കാറ്റഗറി പ്രൊഡക്റ്റ്, നമ്മുടെ ഷുഗറൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ആരോഗ്യത്തിൻ്റെ എക്സ്ട്രാക്റ്റ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി, ഈ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ഇമ്മ്യൂണിറ്റി, പ്രതിരോധശേഷി കൂട്ടുക. കോവിഡ് വന്നിട്ടുള്ള ആൾക്കാർ മരണപ്പെട്ട, കോവിഡ് വന്നിട്ട് ഇമ്മ്യൂണിറ്റി പവർ
കുറഞ്ഞവരാണ് മരണപ്പെട്ടത്. ശരിയല്ല? ആ സമയത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞാണ് വൈറ്റമിൻ സി കഴിക്കണം, സിങ്ക് കഴിക്കണം. നെല്ലിക്കയുടെ എക്സ്ട്രാക്ട് നമുക്കുണ്ട്. വൈറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ള നെല്ലിക്കയിലാണ്. അങ്ങനെ ഓരോന്നിന്റെ എക്സ്ട്രാക്ട് എടുത്ത പ്രൊഡക്റ്റ് ഉണ്ട്. വെസ്ട്രി പ്രൈം എന്നുള്ള കാറ്റഗറി ഉണ്ട്. ശരീരത്തിലെ വിഷാംശത്തെ ക്ലീൻ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്കറിയാം, നമ്മൾ ഇന്ന് രാവിലെ വൈകിട്ടൊക്കെ നമ്മൾ ബാത്ത് ചെയ്യാറുണ്ട് അല്ലെ, ഫ്രഷ് ആവാറുണ്ട്. പുറത്തുള്ള അഴുക്കുകളൊക്കെ പോവാറുണ്ട്, പക്ഷെ അകത്തുള്ള അഴുക്കുകൾ നമുക്ക് കഴുകി കളയാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പൊ നമ്മുടെ അകത്തുള്ള ടോക്സിനൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റിയ ഒരുപാട് കുറുക്കുമിൻ, മഞ്ഞളിന്റെ എക്സ്ട്രാക്ട്, അങ്ങനെ ഒരുപാട് റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഫിറ്റ്നസ് ആൻഡ് ഡയറ്റ്, പ്രോട്ടീൻ പൗഡർ, ജിമ്മി പൗഡർ കഴിക്കുന്നതല്ല, സോയാബീൻ മിൽക്കിന്റെ എക്സ്ട്രാക്ട് ആണ്. നമുക്ക് ഡെയിലി വേണ്ട പ്രോട്ടീൻ നമുക്ക് അതിൽ കിട്ടുന്നുണ്ടാവും. പിന്നെ വെസ്ലിൻ, വണ്ണം കുറയാനൊക്കെ ആയിട്ട് ഒരു 90 ദിവസം കൊണ്ടൊക്കെ റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്. നാടൻ കുടംപുള്ളിയുടെ എക്സ്ട്രാക്ട് ആണ്. വുമൺ ഹെൽത്ത്, വുമൺസിന് മാത്രമായിട്ട് പ്രത്യേകം കാറ്റഗറി ഉണ്ട്. അതിൽ ശതാവരി കിഴങ്ങിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്, അയൺ ഫോളിക് ഉണ്ട്, പച്ച ചീരയുടെ എക്സ്ട്രാക്ട് ആണ്. പിന്നെ പ്രോ ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രൊഡക്റ്റ് ആണ്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ആവുന്ന ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആണ്. ശരിയല്ലേ? ഇപ്പൊ നമുക്കൊരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഹോസ്പിറ്റലിൽ വേറെ ഒരു ബ്ലോക്ക് പണിയും അല്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അങ്ങോട്ടുള്ള പോക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫ്ലാക്സീഡ് ഓയിൽ, ചണവിത്തിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. നമ്മുടെ കൊളസ്ട്രോളിനെ ലയിപ്പിച്ച് ബ്ലഡിലെ പമ്പ് സ്മൂത്ത് ആക്കാനുള്ള പ്രൊഡക്റ്റ് ആണ്. ഫ്രണ്ട്സിന്റെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞു, ഇതൊന്നും വന്നിട്ടല്ല കഴിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ കഴിക്കേണ്ട പ്രൊഡക്റ്റ് ആണ് ഇതെല്ലാം തന്നെ. കാരണം നമുക്കറിയാം പണ്ട് ആൾക്കാർ നല്ല ആരോഗ്യത്തോട് ചേർന്നു ഒരു വർഷങ്ങളോളം ജീവിക്കും, പെട്ടെന്ന് മരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പം മരിച്ചാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മുടെ എല്ലാവരും വീട്ടിലൊരു ബോക്സ് ഉണ്ടാവും. ഒന്നുമില്ല, മരുന്നൊക്കെ ഇട്ട് വെക്കുക, എല്ലാം സ്റ്റോക്ക് ആക്കി വെച്ചേക്കുമായിരിക്കും, എന്ത് വന്നാലും എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നാലോചിച്ച് നോക്കുക, അതൊക്കെ മാറ്റി നമുക്ക് നല്ല ആരോഗ്യം, നമുക്കും നമ്മുടെ കുടുംബത്തിനും നല്ല ആരോഗ്യം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇതെല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്താലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഹോസ്പിറ്റൽ കേസ് ഒഴിവാക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ലോകത്ത് എവിടെ വേണമെങ്കിൽ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. പക്ഷെ ബാർഗെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അത് ഹോസ്പിറ്റലാണ്. ഏതൊരു കുടുംബത്തിനും സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവണം ഈ ഹോസ്പിറ്റൽ കേസ് വരുമ്പോഴാണ്. നമുക്കറിയാം ഡെയിലി നോക്കിയാൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ വെച്ച് ഗൂഗിൾ പേ നമ്പറും കൊടുത്ത് ഒരുപാട് പേര് അല്ലെ ഹെൽപ്പ് ചോദിക്കണം, നമുക്കറിയാം. അപ്പൊ അതിലേക്കൊന്നും എത്താതെ നല്ല ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ആയുഷാന്റെ ആയുർവേദ കാറ്റഗറി ആയിട്ടുള്ള കിഡ്നി ഹെൽത്ത്, ലിവർ ഹെൽത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ട്. ഹെൽത്ത് ഫുഡ്, കാപ്പിപ്പൊടി, ചായപ്പൊടി, എണ്ണ, പിള്ളേർക്ക് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡർ കാറ്റഗറി ഉണ്ട്. വൈറ്റമിൻസിന്റെ കുറവ് നിർത്താൻ പറ്റിയ കാറ്റഗറി ഉണ്ട്. നമുക്ക് ഓറൽ കെയർ ആയിട്ടുള്ള 2 ടൈപ്പ് പേസ്റ്റ്, മൗത്ത് വാഷ്, ബ്രഷ്, ആ ഒരു കാറ്റഗറി പ്രൊഡക്റ്റ് ഉണ്ട്. പേഴ്സണൽ കെയർ ആയിട്ടുള്ള ഓൾ പ്രൊഡക്റ്റ് ഉണ്ട്. നമുക്ക് 3-4 സോപ്പ്, പെർഫ്യൂം, ഹാൻഡ് വാഷ്, ബോഡി ലോഷൻ, ഷാമ്പു, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. നാച്ചുറൽ പേഴ്സണൽ കെയർ ആയിട്ടുള്ള നമ്മുടെ സൺസ്ക്രീൻ, അതുപോലെ തന്നെ ഫേസ് സ്ക്രബുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ട്. വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ, നമ്മുടെ മൈലേജ് കൂട്ടാനും പൊല്യൂഷനൊക്കെ കുറയാനൊക്കെ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ നാനോ ഇനറേസർ, 2 വീലർ 4 വീലർ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ട്. ഹൈ വെസ്റ്റ്, നമ്മുടെ വീട്ടിൽ ഡെയിലി നമ്മൾ കൈകാര്യം ചെയ്യുന്ന ക്ലീനിങ്ങിനൊക്കെ ആയിട്ടുള്ള തറവടക്കുന്ന, തുണി അലക്കുന്ന പാത്രങ്ങൾ, ഓൾ റേഞ്ച് ക്ലീനിങ് ഐറ്റംസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ കോസ്മെറ്റിക്സ് റേഞ്ച് ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ആളുകൾ പണം ചെലവാക്കുന്ന ഒരു മേഖല ആരോഗ്യമാണെങ്കിൽ 2 സംശയമില്ല, സൗന്ദര്യം തന്നെയാണ്. ശരിയല്ലേ? കാരണം നമുക്കറിയാം ഇന്നിപ്പോ ഒരു കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ വേണ, പണ്ടൊക്കെ സദ്യ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ വേണം നമുക്കറിയാം ഈ കോസ്മെറ്റിക്സിന്, മേക്കപ്പിന് തന്നെയാണ് ലക്ഷങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കോസ്മെറ്റിക്സ് റേഞ്ചുമായിട്ടുള്ള അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റിയ ഇന്റർനാഷണൽ ക്വാളിറ്റിയുള്ള ഒരുപാട് റേഞ്ച് പ്രൊഡക്റ്റ് കാര്യങ്ങൾ നമുക്കുണ്ട്. അഗ്രികൾച്ചർ, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ചെറിയ കൃഷിക്കും വലിയ കൃഷിക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമുക്കറിയാം ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷം വന്നെ നമ്മുടെ വീട്ടിലേക്ക് വന്നെ ഈ പച്ചക്കറി കൂടെ തന്നെ നമുക്കറിയാം. അതെല്ലാം കടയിൽ നിന്ന് വാങ്ങുന്നതിൽ വരെ നിവൃത്തിയില്ല ഇപ്പോഴത്തെ അവസരത്തിൽ. പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഒരു 10 ഗ്രോ ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പച്ചക്കറിയും, നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ പച്ചക്കറിയും, ഇപ്പോൾ വഴുതനങ്ങ, വെണ്ടയ്ക്ക്, അത്യാവശ്യം എല്ലാ പച്ചക്കറിയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയിട്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയ, ചെറിയ കൃഷിക്കും വലിയ കൃഷിക്കും മണ്ണിനോ മനുഷ്യനോ ഒരു ദോഷമില്ലാത്ത രീതിയിൽ നല്ല നാച്ചുറൽ ആയിട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് അഗ്രികൾച്ചർ റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതുകൂടാതെ ഷാർപ്പ് കമ്പനി നമ്മുടെ കമ്പനിയായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വാട്ടർ പ്യൂരിഫയർ, എയർ പ്യൂരിഫയർ, അങ്ങനെ ഇലക്ട്രോണിക് പ്രൊഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയ്ക്കാണ് നമുക്ക് പ്രൊഡക്റ്റ് റേഞ്ച് ഉള്ളത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടാവുന്ന കാര്യം, ഇത്രയും വലിയ കമ്പനിയാന്ന് പറഞ്ഞു, ഇത്രയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കണേന്നുള്ളതായിരിക്കാം. ന്യായമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. വേറൊന്നും കൊണ്ടല്ല, ഈ ബിസിനസ്, ഈ ഒരു വെസ്റ്റി കമ്പനിയുടെ വിതരണ രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ നടക്കുന്ന ബിസിനസിന്റെ പേരാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. അല്ലാതെ ഇപ്പൊ നമ്മൾ കേട്ട് വരുന്ന ഒരു ബിസിനസ് മോഡലാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. ഞാൻ ആദ്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു കൺസ്യൂമർ ആണ് അല്ലെ. നമ്മളൊരു 100 കൊടുത്തിട്ട് നമ്മളൊരു ഉൽപ്പന്നം, ഒരു 100 കൊടുത്തിട്ട് നമ്മളൊരു പേസ്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുവാണെങ്കിൽ ആ കമ്പനിക്ക് ആ പേസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ലാഭം അടക്കം 40 രൂപ മതി. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് ആ പേസ്റ്റ് എത്ര രൂപയ്ക്കാണ് വാങ്ങണേ? 100 കൊടുത്തിട്ടാ. വേറൊന്നല്ല, ഒരുപാട് ഇടനിലക്കാർ വഴി കൈമാറിയാണ് നമ്മളിലേക്ക് വന്നത്. ശരിയല്ലേ? സംശയമില്ല. ഒരു പേസ്റ്റ് ഇപ്പൊ രാവിലെ ബ്രഷ് ചെയ്യാനായിട്ട് ഒരു പേസ്റ്റ് തീർന്നു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഹെഡ് ഓഫീസിൽ പോയി വാങ്ങാറില്ല. തൊട്ടടുത്ത് ഏതാണോ കട, ഏത് എളുപ്പം കിട്ടുമോ അവിടെ പോയി നമ്മൾ വാങ്ങും. അതിനെ പറയുന്ന പേരാണ് റീറ്റെയിൽ ഷോപ്പ്. ഹോൾസെയിൽ, സ്റ്റോക്കിഡ്സ്, സൂപ്പർ സ്റ്റോക്കിഡ്സ് ഉണ്ട്, CNF ഏജന്റ്, ഇത്രയും ഇടനിലക്കാർ വഴി തട്ടായി കൈമാറിയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് കടയിൽ നിന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നത്.
ഒരിക്കലും കടയിൽ ചെന്നിട്ട് പേസ്റ്റ് ആട്ടെ സോപ്പ് ആട്ടെ നമ്മൾ പറയാറില്ല. എപ്പോഴും നമ്മളൊരു ബ്രാൻഡ് നെയിം പറയും, ശരിയല്ലേ? ഇപ്പൊ കടയിൽ പോയിട്ട് നമ്മളൊരു പേസ്റ്റ് എന്ന് പറഞ്ഞാൽ കടക്കാരൻ ചോദിക്കും കോൾഗേറ്റ് ആണോ, അല്ലെങ്കിൽ KP നമ്പൂതിരി ആണോ, ക്ലോസപ്പ് ആണോ, അല്ലെ ലെക്സ് ആണോ എന്ന് ചോദിക്കും. ആ പേര് പറഞ്ഞിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങണത്, ശരിയല്ലേ? ഇപ്പൊ നമ്മളൊരു മൊബൈൽ വാങ്ങാനായിട്ട് നമ്മളൊരു മൊബൈലയുടെ ചെന്നു, ഒരു മൊബൈലും നേരെ എന്ന് പറഞ്ഞാൽ തരൂ? ഒരിക്കലും ഇല്ല. ഓപ്പോ വേണോ വിവോ ആണോ എന്ന് ചോദിക്കും. ഓപ്പോ വേണോ വിവോ വേണോ ഐഫോൺ വേണോ സാംസങ് വേണോ? ആ ബ്രാൻഡ് നെയിം പറഞ്ഞാൽ നമുക്ക് ആ സാധനം എന്ത് ചെയ്യാം, വാങ്ങാൻ പറ്റും. ആ പേര് നമുക്ക് എവിടെ കിട്ടി? ആ കമ്പനിയുടെ പേര് എങ്ങനെ നമുക്ക് കിട്ടി? പരസ്യം വഴി. ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഉണ്ടെന്ന് ജനങ്ങളായ നമ്മളെല്ലാവരും അറിയണ പരസ്യം വഴിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, 100 രൂപ കൊടുത്തിട്ട് ഒരു ഉൽപ്പന്നം, എന്തൊരു ഉൽപ്പന്നം നമ്മൾ 100 കൊടുത്തിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാൽ ആ കമ്പനിക്ക് ലാഭമടക്കം ഉൽപ്പാദിപ്പിക്കാൻ 40% മതി. പക്ഷെ ബാക്കി 60% പൈസ നമ്മൾ അറിഞ്ഞോ അറിയാതെ ഇടനിലക്കാർക്കും പരസ്യത്തിനും വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. അതായത് ഒന്നോടെ സിമ്പിളായിട്ട് പറയാം, ഇതുവരെ വീട്ടിലേക്ക് ഒരു 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നിങ്ങൾ വീട്ടിലേക്ക് ഇതുവരെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 6 ലക്ഷം രൂപ കൊണ്ടുപോയതും ഈ ഇടനിലക്കാരും പരസ്യമാണ്. ഞാൻ എടുത്തു പറയാൻ കാരണം അത് ഹ്യൂജ് ഒരു വരുമാനമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ വെസ്റ്റീ കമ്പനിയുടെ പ്രത്യേകത. നമ്മുടെ വെസ്റ്റീ കമ്പനിക്ക് ഇവിടെ ഇടനിലക്കാരും ഇല്ല, പരസ്യവും ഇല്ല. കമ്പനി കസ്റ്റമറിലേക്ക് നേരിട്ടാണ് ഈ ഉൽപ്പന്നം എത്തിക്കുന്നത്, കമ്പനി ടു കസ്റ്റമർ. അതായത് വെസ്റ്റീ കമ്പനിയിൽ നിന്ന് നമ്മളൊരു 100 എടുത്ത് ഉൽപ്പന്നം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റീ കമ്പനിക്കും ഉൽപ്പാദിപ്പിക്കാൻ 40% മതി. പക്ഷെ 60% പൈസ ഇടനിലക്കാരോ പരസ്യം ഇല്ലാത്തതുകൊണ്ട് ആ 60% പൈസ കസ്റ്റമറായ നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതിനെ പറയുന്ന പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് കഴിഞ്ഞ ഫെബ്രുവരി 19 സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തൊഴിലായിട്ട് പ്രഖ്യാപിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞ MBAക്ക് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇടനിലക്കാരും പരസ്യവും ഇല്ലാതെ നേർവിപണി രീതി. ഏറ്റവും കൂടുതൽ തിരിച്ചറിവ് ഇപ്പോഴും നമുക്ക് ഉണ്ടാവേണ്ട. കാരണം ഈ 60% പൈസ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കുക, ഒരിക്കലും ചെറിയ വരുമാനമല്ല. ഞാൻ ആദ്യം പറഞ്ഞ റീറ്റെയിലും പോട്ടെ ഹോൾസെയിലും പോട്ടേനും പോലുള്ള എല്ലാവരും ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരു കമ്പനി ഒരു പരസ്യത്തിന് കൊടുക്കുന്ന കോടികളാണ്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഈ ഒരു ചാനലിന്റെ പ്രോഫിറ്റ് എന്നാന്ന് വെച്ചാൽ പരസ്യമാണ്, അഡ്വർടൈസ്മെന്റ് ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് വരുമാനമാണ്. അപ്പൊ ആ ഹ്യൂജ് വരുമാനം ഇവിടെ വെസ്റ്റീ കമ്പനി 60% പൈസ നമ്മളിലേക്ക് തിരിച്ചു തരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ചേഞ്ച് യുവർ ഷോപ്പ് ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു 60% പൈസ ഞാൻ ആദ്യം പറഞ്ഞ ഇടനിലക്കാർക്കും പരസ്യത്തിന് കൊടുക്കുന്ന 60% പൈസ ഒരു വരുമാനമായിട്ടല്ല ഇവിടെ വെസ്റ്റീ കമ്പനി നമ്മളിലേക്ക് തിരിച്ചു തന്നെ 9 ടൈപ്പ് വരുമാനങ്ങളായിട്ടാണ് ഇവിടെ വെസ്റ്റീ കമ്പനി നമ്മളിലേക്ക് തിരിച്ചു തന്നെ 9 ways ഓഫ് ഇൻകം. ഓക്കെ, ഇനി ഒരു 10 മിനിറ്റും കൂടെ ഉള്ളൂ. ഇനി ഇങ്ങനെ വരുമാനം കിട്ടുക എന്നുള്ള കാര്യമാണ് നമ്മൾ പറയണേ. ഒന്നാമത്തെ വരുമാനമാണ് സേവിങ് ഓൺ കൺസപ്ഷൻ എന്ന് പറയും. 10 മുതൽ ഇപ്പൊ 20 അല്ല, 10 മുതൽ 30% വരെ ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുന്നുള്ളതാണ്. അതായത് ഒരു കസ്റ്റമറായിട്ട് നിന്നുള്ള ബെനിഫിറ്റ് ആണ്. ഇപ്പൊ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസ്കൗണ്ട് കാർഡ് കിട്ടും, അല്ലെ? നമുക്ക് ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. അതുപോലെ നമ്മുടെ ഒരു വോട്ടർ ഐ ഡിയോ ആധാറോ ലൈസൻസോ ഒരു വാലിഡേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രൂഫ് വന്ന് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കാർഡിന് പകരം ഇവിടെ നമ്മുടെ വെസ്റ്റീ കമ്പനി നമുക്കൊരു ഡിസ്കൗണ്ട് ID നമ്പർ നമുക്ക് ഫ്രീ ആയിട്ട് തരും. പൈസ ഒന്നും കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് നമുക്കൊരു ഡിസ്കൗണ്ട് ID വരും. ആ ഡിസ്കൗണ്ട് ID വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഏത് കടയിൽ നിന്നാണോ ഇപ്പൊ സ്ഥിരമായിട്ട് എല്ലാ മാസം നമ്മൾ സാധനങ്ങൾ വാങ്ങണേ, ആ കട ഒന്ന് മാറി നമ്മുടെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റ് ആണ് എല്ലാ ഉൽപ്പന്നങ്ങളും 10 മുതൽ 20 അല്ല, ഇപ്പൊ 10 മുതൽ 30% വരെ ഡിസ്കൗണ്ട് നമുക്ക് വാങ്ങിച്ചു ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ നമ്മൾ കട മാറി വാങ്ങിച്ചാലും കമ്പനി മാറി വാങ്ങിച്ചാലും നമ്മൾ MRP തരം സാധനങ്ങൾ വാങ്ങണം, ആരും ഡിസ്കൗണ്ട് തരാറില്ല. പക്ഷെ ഇവിടെ ഒന്നാമത്തെ തന്നെ ബെനിഫിറ്റ് എല്ലാ ഉൽപ്പന്നങ്ങളും 10 മുതൽ 30% വരെ ലൈഫ് ടൈം നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. 2, റീപർച്ചേസ് ഓഫർ അപ് ടു 10% പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടും. നമുക്കറിയാം ഇപ്പൊ സോപ്പും വേസ്റ്റും ഒക്കെ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. തീരുമ്പോൾ നമ്മൾ അടുത്ത കടയിൽ നിന്ന് പിന്നെയും വാങ്ങാറുണ്ട്. പക്ഷെ രണ്ടാമത് വാങ്ങാൻ പോകുമ്പോൾ ആരും നമുക്ക് ഫ്രീ ആയിട്ട് തരാറില്ല, ശരിയല്ലേ? പക്ഷെ ഇവിടെ റീപർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന എമൗണ്ടിന്റെ 10% പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് തരും. ഉദാഹരണത്തിന് ഒരു 3000 രൂപ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചാൽ ഒരു 300 രൂപ പ്രൊഡക്റ്റ് നമുക്ക് അപ്പം തന്നെ ഫ്രീ ആയിട്ട് തരും. അടുത്താണ് ക്യാഷ് ബാക്ക് ഓഫർ 5 മുതൽ 16% വരെ. നമ്മൾ എന്ത് ഉൽപ്പന്നം വാങ്ങിച്ചാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് അതിൻ്റെ ഒരു ക്യാഷ് ബാക്ക്, ഒരു സബ്സിഡി കയറുണ്ടാവും, അല്ലെ? പണ്ട് ഗ്യാസ് ഇറക്കുമ്പോൾ സബ്സിഡി കയറുണ്ടായിരുന്നു, ശരിയല്ലേ? ഇപ്പൊ ഇല്ല, പണ്ടുണ്ടായിരുന്നു. അതുപോലെ എന്ത് ഉൽപ്പന്നം വാങ്ങിച്ചാലും, സോപ്പ് വാങ്ങിച്ചാലും പേസ്റ്റ് വാങ്ങിച്ചാലും എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു ക്യാഷ് ബാക്ക്, സബ്സിഡി കയറുണ്ടാവും. അടുത്താണ് മണി ബാക്ക് ഗ്യാരണ്ടി 100%. നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കുക. ഒരു കടയിലാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു കടയിലും പൊടിച്ച സാധനം തിരിച്ചെടുക്കില്ല, കളയാനേ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചു, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു 30 ദിവസം തിരിച്ചു കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ആ ടാക്സ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് പൈസയും കമ്പനി നമ്മളിലേക്ക് തിരിച്ചു തരും. ആ പ്രൊഡക്റ്റ് ഒരു 30% ബാക്കി ഉണ്ടാവണം. നമ്മളൊരു സോപ്പൊക്കെ വാങ്ങിച്ചിട്ട് ബ്ലേഡിന്റെ ഉപ്പത്തിലാക്കിയിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് കാര്യമല്ല. ഒരു 30% ബാക്കി ഉണ്ടെങ്കിൽ ആ ബില്ല് സാധനം തിരിച്ചു കൊണ്ടേ കൊടുത്താൽ ടാക്സ് കട്ട് ചെയ്ത് കംപ്ലീറ്റ് പൈസയും കമ്പനി നമ്മളിലേക്ക് തിരിച്ചു തരും. അടുത്ത ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. നമ്മുടെ വീട്ടിൽ ഒരു 50% ചെലവ് കുറയ്ക്കാൻ പറ്റിയ ഓഫറാണ്. നമുക്കറിയാം ഓരോ മാസവും ഒരു വീട്ടിലെ ഓരോ ചെലവാണ്. ചെലവ് എന്തായാലും കൂടെ അല്ലാതെ ഒരു വീട്ടിലും ചെലവ് കുറയണില്ല, ശരിയല്ലേ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചെലവല്ല ഈ ഇപ്പോഴത്തെ ചെലവ്, ഈ വർഷത്തെ ചെലവ്. അല്ലെങ്കിൽ ഓരോ മാസം ചെല്ലും തോറും
ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു മാസം തുടങ്ങുമ്പോൾ നമ്മളെല്ലാം ഒരുമിച്ചായിരിക്കും വീട്ടിലേക്കുള്ള ഒരു മാസത്തേക്കുള്ള ചിലപ്പോൾ നമ്മൾ വാങ്ങണം. ചിലപ്പോൾ നമ്മൾ തിരുമ്പ് വാങ്ങണമായിരിക്കും. എങ്ങനെ പോയാലും ചിലവ് കൂടുവാണ്. പക്ഷെ ഇത് കിറ്റോ പാക്കേജ് ഒന്നും അല്ല. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള ഒരു 3000 രൂപയുടെ സാധനങ്ങൾ 4 മാസം നമ്മൾ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ, നമ്മൾ ഏത് കടയിൽ നിന്ന് മാറി നമ്മുടെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് 3000 രൂപയുടെ സാധനങ്ങൾ 4 മാസം അടുപ്പിച്ച് നമ്മൾ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ 5ാമത്തെ മാസം നമുക്ക് MRP 3000 രൂപയുടെ സാധനങ്ങൾ ഇവിടെ വെസ്റ്റീജ് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരും. അതായത് 5ാമത്തെ മാസം ഒരു വൗച്ചറായിട്ടായിരിക്കും തന്നെ. ആ വൗച്ചർ നമുക്ക് ഓഫീസിൽ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള MRP 3000 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. 5ാമത്തെ മാസം കമ്പനി തന്നെ കിട്ടല്ല, നമുക്ക് ഇഷ്ടമുള്ള 3000 രൂപയുടെ സാധനങ്ങൾ നമ്മുടെ ഇഷ്ടത്തിന് സെലക്ട് ചെയ്ത് വാങ്ങാം. ആലോചിച്ച് നോക്കുക, കസ്റ്റമറായിട്ട് നിന്നാൽ തന്നെ 50% ചെലവ് നമുക്ക് വീട്ടിൽ കുറയ്ക്കാന്നുള്ളതാണ്. അതായത് 3000 രൂപ വെച്ച് 4 മാസം എന്ന് പറയുമ്പോൾ നമ്മൾ 12,000 രൂപയാണ് നമ്മുടെ ചെലവെങ്കിൽ 6,000 രൂപ തന്നെ ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടും ക്യാഷ് ബാക്ക് ആയിട്ടും നമ്മളിലേക്ക് തന്നെ തിരിച്ചു വേണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുകൊണ്ടാണ് 50% ഡിസ്കൗണ്ട് എന്ന് പറയാൻ കാരണം. അതായത് ഒരു സോപ്പിന് 40 രൂപ ആണെങ്കിൽ ഈ ഓഫർ യൂസ് ചെയ്താൽ 20 രൂപയാണ് വാല്യൂ എന്നുള്ളൂ. കാരണം ഈ ഓഫറും ഫ്രീ പ്രൊഡക്റ്റും ഡിസ്കൗണ്ടൊക്കെ ആയിട്ട് നമ്മളിലേക്ക് തന്നെ പകുതി പൈസയോളം തിരിച്ചു വരുവാണ്. പിന്നെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഓഫീസിൽ നിന്ന് വാങ്ങുന്ന സെയിം പ്രൊഡക്റ്റാണ് നമുക്ക് 9 രാജ്യങ്ങളിൽ കിട്ടുന്നത്. ഇതെല്ലാം എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇന്ത്യൻ കമ്പനിയെ വെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ പ്രൈസിൽ ഈ ഒരു കൺസ്യൂമർ ബെനിഫിറ്റ് വഴി വാങ്ങിച്ചുപയോഗിക്കാൻ പറ്റും. ഒന്നാമത്തെ തന്നെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് വെച്ചാൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നം വാങ്ങിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാം എന്നുള്ളതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ കാര്യം. ഇതുകൂടാതെ ലക്കി ഡ്രോ ഓഫറും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട്സ്, ചിന്തിക്കേണ്ട കാര്യം, മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രയും ഓഫറും ഡിസ്കൗണ്ടും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കമ്പനി ഇന്ന് വരെ തന്നിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക. ഇനി ഒരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന നേരത്തെ ഒറ്റയ്ക്കല്ല, ഇവിടെ നമുക്ക് സ്പോൺസർ ചെയ്യേണ്ട ഒരാളുണ്ടാവും. നിങ്ങൾ ആരാണോ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് അവരായിരിക്കും നിങ്ങളെ സ്പോൺസർ. നമുക്കറിയാം, ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമ്പോൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണം, സ്പോൺസർ ഉണ്ടാവും. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ പേരിൽ ബില്ലടിച്ച് തന്നെ നമ്മുടെ വെസ്റ്റീജ് കമ്പനിയാണ്. ഇതെങ്ങനെ ബിസിനസ് ആയിട്ട് ചെയ്യണം നമുക്കറിയില്ല, എങ്ങനെയാ നമുക്കറിയില്ല. അവിടെ നമ്മളെ സഹായിക്കാൻ ഒരു ടീമുള്ള വിന്നിംഗ് ടീം ഓർഗനൈസേഷൻ, ഈ 3 പേരുടെ ഹെൽപ്പോട് കൂടിയിട്ടാണ് നമ്മളൊരു വരുമാനത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ, ഒരു സ്റ്റെപ്പിലേക്ക് പോകണേ. അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും എന്നുള്ള കൺഫ്യൂഷനൊക്കെ നമുക്ക് ഉണ്ടാവണം. പക്ഷേ ഈ 3 പേരെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് പറ്റില്ല, ഒരു തെറ്റ് പറ്റില്ല എന്നുള്ള. ഈ 3 പേര് പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ നമ്മൾ തയ്യാറാമതി. സപ്പോർട്ടിങ് സിസ്റ്റമാണ്. നമ്മുടെ കമ്പനി ഇന്ത്യക്ക് പുറത്തുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു 9 രാജ്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തെ കറൻസി ഒരുപോലെയല്ല, വ്യത്യാസമാണ്. ഇവിടെ നമ്മുടെ കമ്പനി കാൽക്കുലേറ്റ് ചെയ്യുന്ന പോയിന്റ് വാല്യൂ എന്ന് പറയും. ഒരു പോയിന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 30 രൂപയുടെ പർച്ചേസാണ്. അപ്പോൾ നമ്മുടെ വെസ്റ്റീൻ്റെ ഒരു ID, ഞാൻ ആദ്യം പറഞ്ഞല്ലോ വെസ്റ്റീൻ്റെ ഒരു ഡിസ്കൗണ്ട് ID ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളൊരു 30 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും നമ്മുടെ പേരിൽ ബില്ലടിച്ച് നമുക്ക് തന്നെയാവും. അതിൻ്റെ ഒരു പോയിന്റ് വാല്യൂ നമ്മുടെ പേരിൽ ബില്ലടിച്ചിട്ടുണ്ടാവും. അതിൻ്റെ 5% ക്യാഷ് ബാക്ക് നമുക്ക് തിരിച്ചു തരും. അതായത് 30 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും 5% ക്യാഷ് ബാക്കിന് അർഹനാണ് നമ്മളെല്ലാവരും. ഇത് 600 PV ആവുമ്പോൾ, അതായത് എമൗണ്ടിൽ പറയുവാണെങ്കിൽ 18,000 രൂപയുടെ ബിസിനസ് ആയി കഴിയുമ്പോൾ 8% ക്യാഷ് ബാക്ക് നമ്മളിലേക്ക് തിരിച്ചു വരും. ഇതെന്നാണോ 2400 പോയിന്റ് PV ആയി കഴിയുമ്പോൾ എമൗണ്ടിൽ 72,000 രൂപ ബിസിനസ് എന്നാവണോ അന്നൊരു 12% ക്യാഷ് ബാക്കും വെസ്റ്റീജ് കമ്പനി നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഇതെന്നാണോ 5,500 PV 5,500 പോയിന്റ് ആവണേ, അതായത് എമൗണ്ടിൽ പറയുവാണെങ്കിൽ 1,65,000 രൂപയുടെ ബിസിനസ് എന്നാണോ ആവണേ അന്നൊരു 16% ക്യാഷ് ബാക്കും ഇവിടെ വെസ്റ്റീജ് കമ്പനി നമ്മളിലേക്ക് തിരിച്ചു തരും. കാരണം ഇവിടെ നല്ല കാര്യം പരസ്യമില്ലാത്തതുകൊണ്ടാണ് കമ്പനി നമ്മളിലേക്ക് ഈ വരുമാനം തിരിച്ചു തരുന്നത്. ഇതിൽ ഒരു 5,500 പോയിന്റ് ആകുമ്പോഴാണ് ഇത് PV എന്ന് നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട, സിമ്പിളാണ്. ഇതിലൊരു 5,500 പോയിന്റ് ആകുമ്പോഴാണ് ഈ കമ്പനി നമുക്ക് ഫസ്റ്റ് ലെവൽ ഓഫ് റെക്കഗ്നേഷൻ തരും. അതിന്റെ പേര് ബ്രോൺസ് ഡയറക്ടർ എന്നാണ്. നല്ലൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താൽ പോലും 2-3 മാസം കൊണ്ട് മിനിമം ഒരു 10,000 രൂപ എല്ലാ മാസം ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനാണ് 5,500 PV ബ്രോൺസ് ഡയറക്ടർ 16% ആവുമ്പോൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടാർഗറ്റോ ക്രൈറ്റീരിയ ഒന്നുമില്ല, വരുമാനം ഫിക്സഡ് അല്ല. നമ്മൾ കൊടുക്കുന്ന PV ടേൺ ഓവർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുമാനം. 20,000, 25,000, 30,000 ഒക്കെ വരുമാനം വാങ്ങുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. മിനിമം ഒരു എക്സ്ട്രാ ഇൻകം ഒരു 10,000 രൂപയ്ക്ക് മിനിമം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് പൊസിഷനാണ് ബ്രോൺസ് ഡയറക്ടർ. ഞാൻ ആദ്യം പറഞ്ഞ ടാർഗറ്റോ ക്രൈറ്റീരിയ ഒന്നുമില്ല. ഇപ്പം എക്സാമ്പിൾ നമ്മളൊരു 600 പോയിന്റ് ആയെന്ന് വരിക, പിന്നെ പ്രൊഡക്റ്റ് വാങ്ങിച്ചില്ല, ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്താലും 601 തൊട്ടേ തുടങ്ങുള്ളൂ. ചെയ്തു വെച്ച പോയിന്റ് വാല്യൂ എന്ത് ചെയ്യില്ല, പോവില്ല. നമ്മൾ എവിടെ നിർത്തിയോ ആ നിർത്തിയോട് തന്നെ തുടങ്ങാന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ സാധനങ്ങൾ ഓരോ മാസം വാങ്ങിച്ചുകൊണ്ടിരുന്നാലും ഈ PV കൂടി എന്തെങ്കിലും 5,500 പോയിന്റ് ആവും. ചിന്തിച്ച് നോക്കി, ഇപ്പം ഇത്തരം വർഷം ജീവിച്ചിട്ട് നമ്മൾ 1,65,000 രൂപ സാധനങ്ങളല്ലല്ലോ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിച്ചിട്ടുള്ളൂ. അത് പണ്ടേ വെസ്റ്റ് ചെയ്ത് വാങ്ങുമായിരുന്നെങ്കിൽ പണ്ടേ നമുക്ക് ആ വരുമാനം കിട്ടിയേനെ. ഇപ്പം 5, 8, 12%, 5%, 8%, 12%-ലേക്ക് ചെറിയ ക്യാഷ് ബാക്ക് അതായത് മാസത്തെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന ലെവലാണ് 5,500 PV ബ്രോൺസ് ഡയറക്ടർ. ഇത് 1 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ആവശ്യം അനുസരിച്ച് നമ്മുടെ വരുമാനത്തിലുള്ള ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ കമ്പനിയുടെ 2 കാര്യമാണ്
ഒന്ന് നമ്മുടെ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യുക, കട മാറി നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, വെസ്റ്റ് കമ്പനിയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഞാൻ ആദ്യം പറഞ്ഞ എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചുകൊണ്ടേ കൊടുക്കാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് വിലയ്ക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വരുമാനം കമ്പനി നമ്മളിലേക്ക് തരാൻ തയ്യാറാണ്. ഷെയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, നമുക്കറിയാം ജീവിതത്തിൽ എന്ത് നല്ല കാര്യം കണ്ടാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട് അല്ലെ. നല്ല സിനിമ കണ്ടാൽ നമ്മൾ പറയാറുണ്ട്, നല്ല ഡ്രസ്സ് വാങ്ങിച്ചാൽ പറയാറുണ്ട്, നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചാൽ നല്ല ഹോട്ടലാണെന്ന് നമ്മൾ പറയാറുണ്ട്, നല്ല ഹോസ്പിറ്റലിൽ പോയാൽ നമ്മൾ നല്ല ഡോക്ടറാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാലോചിച്ച് ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ മൗത്ത് പബ്ലിസിറ്റിയാണ്. നമ്മൾ ഫീൽ ചെയ്ത് ഷെയർ ചെയ്യാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ്. പക്ഷെ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ഷെയർ ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ട് രണ്ട് രീതി ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്ന് ക്വാളിറ്റി. പണ്ട് ആൾക്കാർ എക്സ്പയറി ഡേറ്റ് പോലും നോക്കില്ലായിരുന്നു അല്ലേ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പ്രധാനമായിട്ട് ഈ കോവിഡിനൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ 90% ആൾക്കാർ നോക്കുന്ന ക്വാളിറ്റിയാണ് അല്ലെ. പണ്ടൊക്കെ നമ്മളൊരു ഷോപ്പിൽ ചെന്ന് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും വലിച്ചു വരി ഇടുങ്ങി ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റും തിരിച്ചും മറിച്ചും നോക്കിയിട്ടൊക്കെ നമ്മൾ വാങ്ങുള്ളൂ. ചില ആൾക്കാരുടെ കണ്ടന്റ് എന്നാ നോക്കി വാങ്ങുന്ന ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട്, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്ത് വരുമാനം ഉണ്ടാക്കണം താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. ചിന്തിച്ചു നോക്കുക, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഭൂരിഭാഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരെന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർക്കാണ് ഒരു പരിധി വിട്ട് വളരാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാത്തിലും ലിമിറ്റേഷൻ ഉണ്ടാവും. ശരിയല്ലേ? അപ്പൊ നമ്മളെ പോലെ തന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ വരുമാനം വേണം, ലൈഫിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് തയ്യാറായിട്ടുള്ള ഒരു എക്സാമ്പിൾ ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വരുമാനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു 5500 പോയിന്റായി, നമ്മളൊരു ബ്രോൺസ് ഷെയർഡറായി ഫസ്റ്റ് ലെവൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു 5000 10000 രൂപ വരുമാനം എത്തും പോലെ നമ്മുടെ കൂടെ വന്ന ഒരാൾ, നമ്മുടെ ഫ്രണ്ട് ആയിരിക്കാം, റിലേറ്റീവ് ആയിരിക്കാം, ഒരാൾ എന്നെങ്കിലും 5500 പോയിന്റ് ആയി കഴിഞ്ഞാൽ, കാരണം എന്താ, നമ്മൾ 5500 പോയിന്റ് ആയ പോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവരും വീട്ടിലേക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന അവരും 5500 പോയിന്റ് ആവും. അപ്പൊ നമുക്കൊരു പ്രൊമോഷൻ കിട്ടും. അതിന്റെ പേര് സിൽവർ ഡയറക്ടർ എന്നാണ്. അതായത് നമ്മുടെ കൂടെ തന്നെ ഒരാൾക്ക് 10000 രൂപ വരുമാനം എത്തിച്ച് ബ്രൗൺ ഷെയർഡർ ആയി കഴിഞ്ഞാൽ സിൽവർ ഡയറക്ടർ എന്ന പൊസിഷൻ കിട്ടും. മിനിമം 25,000 മുതൽ 30,000 അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. അതല്ല, അടുത്തൊരു ഫണ്ട് നമുക്ക് കിട്ടും. ഒരു ബ്രൗൺ ഷെയർഡർ എന്ന പൊസിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടീം ബിൽഡിംഗ് ബോണസ് കിട്ടും. ഡയറക്ടർ ബോണസ് എന്ന് 15% കിട്ടും. അതെല്ലാം കൂടിയാണ് 10,000 മുതൽ നമുക്ക് വരുമാനം കിട്ടും. നമ്മുടെ കൂടെ തന്നെ ഒരാൾക്ക് വരുമാനം എത്തിച്ചു കൊടുത്ത് നമ്മൾ സിൽവർ ഡയറക്ടർ ആയിക്കുമ്പോൾ LOB എന്നുള്ള വരുമാനം കിട്ടും 18%. നമ്മുടെ കൂടുതലുള്ളവർക്ക് വരുമാനം എത്തിച്ചു കൊടുക്കുമ്പോൾ എക്സ്ട്രാ വരുമാനം തന്നെയാണ്. ഇത് കൂടാതെ ഒരു ട്രാവൽ ഫണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു വർഷത്തിൽ 2 ഏഷ്യൻ ട്രിപ്പ് നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, നമ്മുടെ കൂടെ തന്നെ ഒരാൾക്ക് വരുമാനം എത്തിച്ചോടെ ഹെൽപ്പ് ചെയ്താൽ മതി. ഇത് ടാർഗറ്റോ ക്രൈറ്റീരിയ ഒന്നുമില്ല, ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ട. ഇങ്ങനെ നമ്മുടെ കൂടെ തന്നെ 2 പേര് 5500 പോയിന്റിൽ ബ്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 2 കുടുംബങ്ങളിലേക്ക് ഒരു 10,000 വരുമാനം എത്തിച്ചാൽ നമ്മളെ പറയുന്ന പേര് ഗോൾഡ് ഡയറക്ടർ എന്നാണ്. അവിടെ നമ്മുടെ വരുമാനം 40,000 50,000 അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനി നമ്മുടെ കൂടെ തന്നെ ഒരു 3 ഫാമിലിക്ക് ഒരു 5500 പോയിന്റ്, 3 ഫാമിലി ഒരു ബ്രൗൺ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമ്മളെ പറയുന്ന പേര് സ്റ്റാർ ഡയറക്ടർ എന്നാണ്. ഒരു 50,000 മുതൽ ഒരു 80,000 1 ലക്ഷം രൂപ അടുത്ത് വരെ വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റിയ പൊസിഷനാണ്. മാത്രമല്ല അടുത്തൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ട്, കാർ ഫണ്ട്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട കാർ വാങ്ങാൻ വേണ്ടി 80,000 രൂപ കമ്പനി എല്ലാ മാസം തരും. തിരിച്ചടയ്ക്കേണ്ട പൈസ അല്ല, എല്ലാ മാസം നമുക്ക് 80,000 രൂപ തരും. ഒറ്റയടിക്ക് 80,000 രൂപ തരില്ല, ചിലപ്പോൾ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ബിസിനസ്സിന് ആനുപാതികമായിട്ട് നമുക്ക് 80,000 രൂപ കമ്പനി എല്ലാ മാസം തരും ഇഷ്ടപ്പെട്ട കാർ വാങ്ങാനായിട്ട്. ഇത് മാത്രമല്ല, ഇനി നമ്മുടെ കൂടെ തന്നെ 4 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ 4 ബ്രോൺസ് ഡയറക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പറഞ്ഞ പേര് ഡയമണ്ട് ഡയറക്ടർ എന്നാണ്. സിൽവർ ആയിരിക്കുമ്പോൾ 2 ഏഷ്യൻ ട്രിപ്പ് ആണെങ്കിൽ, ഡയമണ്ട് ആയിരിക്കുമ്പോൾ യൂറോപ്യൻ ട്രിപ്പ്. ഒരു വർഷത്തിൽ 3 വിദേശ യാത്ര നമുക്ക് പോയിട്ട് വരാൻ പറ്റും. 1 ലക്ഷം രൂപ അടുത്ത് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനി വരുമാനം വേണമെങ്കിൽ നമ്മുടെ കൂടെ ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ച് നമ്മളെ പറഞ്ഞ പേര് ക്രൗൺ ഡയറക്ടർ എന്നാണ്. ഒരു 1.5 ലക്ഷം രൂപ അടുത്ത് വരുമാനം കിട്ടുന്ന മാത്രമല്ല അടുത്തൊരു എക്സൈറ്റഡ് ആയിട്ടുള്ള ഫണ്ട്, ഹൗസ് ഫണ്ട്. സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട വീട് വെക്കാൻ വേണ്ടി 1 ലക്ഷം രൂപ കമ്പനി എല്ലാ മാസം തരും. അത് ഒറ്റയടിക്ക് 1 ലക്ഷം രൂപയല്ല, ചിലപ്പോൾ 5,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും നമ്മുടെ ബിസിനസ്സിന് ആനുപാതികമായിട്ട് 1 ലക്ഷം രൂപ കമ്പനി എല്ലാ മാസം തരും വീട് വയ്ക്കാനായിട്ട്. ഇപ്പൊ നിങ്ങളൊരു ലോണൊക്കെ എടുത്താൽ വീട് വെച്ച് കഴിഞ്ഞാൽ ലോൺ അടയ്ക്കാൻ നിങ്ങൾക്ക് ആ പൈസ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു റെന്റിനെ കിടക്കണമെങ്കിൽ ഒരു വാടക വീട്ടിൽ നമ്മൾ കിടക്കാൻ വാടക കൊടുക്കാൻ നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ യൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യാം. ഒന്നാലോചിച്ച് നോക്കുക, ഇഷ്ടപ്പെട്ട വീട്, കാറ്, ഇതെല്ലാം ഏതൊരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ്. പക്ഷെ വീടും കാറൊക്കെ നമ്മൾ വാങ്ങും, എന്നിട്ട് അതിന്റെ ലോൺ അടയ്ക്കാൻ വേണ്ടിയുള്ള ലൈഫിലെ നമ്മൾ കിടന്നുറങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കി, നമുക്ക് ചുറ്റിനുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 6 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ നമുക്ക് സ്വന്തം ഇഷ്ടപ്പെട്ട വീട് വയ്ക്കാനുള്ള ഫണ്ട്, കാർ വാങ്ങാനുള്ള ഫണ്ട്, യാത്ര പോവാം, ഒരുപാട് കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിക്കാം. ഇനി വരുമാനം വേണമെങ്കിൽ നമ്മുടെ കൂടെ വന്ന ഒരു 8 കുടുംബങ്ങളിലേക്ക് വരുമാനം എത്തിച്ചാൽ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഇനി എനിക്ക് ശേഷം വളരെ ഫാസ്റ്റ് ആയിട്ട് ഈ ഓപ്പർച്യൂണിറ്റി ലൈഫായിട്ട് കണ്ട് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. മിനിമം 2.5-3 ലക്ഷം രൂപ മന്ത്ലി വരുമാനം ഏൺ ചെയ്യാൻ പറ്റിയ പൊസിഷനാണ്. അടുത്തൊരു എക്സൈറ്റഡ് ഫണ്ട് ഉണ്ട്, എലൈറ്റ് ക്ലബ് ബോണസ് 2%. റോയൽറ്റി ഇൻകമാണ്. സാധാരണ റോയൽറ്റി കിട്ടുന്ന എഴുത്തുകാർക്കും പാട്ടുകാർക്കൊക്കെയാണ് 20 ലക്ഷം രൂപ വരെ വാങ്ങിച്ചെടുക്കാൻ പറ്റിയ വരുമാനമാണ്. അതായത് കമ്പനിയുടെ 9 വരുമാനങ്ങളും ബെസ്റ്റിന്റെ 9 വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ് യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ. ഇനി വരുമാനം വേണമെങ്കിൽ നമുക്കൊരു 12 കുടുംബങ്ങളിലേക്ക് വരുമാനം വെച്ചാൽ ഡബിൾ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. 5 ലക്ഷം രൂപയ്ക്ക് വരുമാനം കിട്ടാവുന്ന പൊസിഷനാണ്. ഇനിയും വരുമാനം വേണമെങ്കിൽ ഒരു 16 കുടുംബങ്ങളിലേക്ക് വരുമാനം വെച്ചാൽ ഡബിൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു 10 ലക്ഷം രൂപയും
1,18,00,000 രൂപയും 72,00,000 രൂപയും 46,00,000 രൂപയ്ക്ക് വരുമാനമാണ് ലേഡീസ് ഉണ്ടെന്നുള്ളതാണ്. ഇവിടെ ഒന്നിനും പരിധിയില്ല എന്നുള്ളതാണ്. നമുക്ക് തീരുമാനിക്കാം നമ്മുടെ വരുമാനം, നമുക്ക് നേടിയെടുക്കാം നമ്മുടെ സ്വപ്നം. ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്രണ്ട്സ്, മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരിക്കലും കുറെ ആൾക്കാരെ ചേർത്ത് തല എണ്ണീട്ടല്ല വരുമാനം, ടേൺ ഓവർ ആണ് വരുമാനം. ഈ ലോകത്ത് ഏതൊരു ബിസിനസിന്റെയും ഏതൊരു കമ്പനിയുടെ നിലനിൽപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നെറ്റ്വർക്കാണ്. കസ്റ്റമർ ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല, കമ്പനി ഇല്ല. നമുക്കറിയാം മറ്റെല്ലാ ബിസിനസ്സും അല്ലെ, മറ്റെല്ലാ കമ്പനികളും ജനങ്ങളെ അറിയിക്കുന്ന ഇടനിലക്കാരും പരസ്യം വഴിയിട്ടാണ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ജിയോ എന്ന് പറഞ്ഞ സിമ്മാണ്. എല്ലാ മാസം ഞാൻ നെറ്റും കൂടുതൽ റീചാർജ് ചെയ്യാറുണ്ട്. ആ ഓഫർ തീരുന്നേക്ക് ഒരു 5 ദിവസം മുമ്പെങ്കിലും അവർ വിളിച്ചു തുടങ്ങും, മെസ്സേജ് അയക്കും. കസ്റ്റമറായ എന്നെ എല്ലാ മാസം റീചാർജ് ചെയ്യിപ്പിച്ചാലേ വരുമാനമുള്ളൂ, ശരിയല്ലേ? ഒരു ഹോസ്പിറ്റലിന്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം പേഷ്യന്റ് അവിടെ ചെല്ലും എന്നുള്ളതാണ്. ഒരു ഹോട്ടലിന്റെ ലാഭം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം ആൾക്കാരവിടെ ദിവസേന ഭക്ഷണം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ എവിടെയും കസ്റ്റമർ വേണം. അതെല്ലാം അറിയിക്കുക ഇടനിലക്കാരും പരസ്യം ഉണ്ടെങ്കിൽ. ഫ്രണ്ട്സ്, ഇവിടെ നമ്മുടെ വെസ്റ്റേ കമ്പനിക്ക് ഇടനിലക്കാരും പരസ്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഹൗസ് ഫണ്ടും കാർ ഫണ്ടും ട്രാവൽ ഫണ്ടൊക്കെ നമുക്ക് തരാൻ പറ്റുന്നത്. വേറെ ഒരു റോക്കറ്റ് സയൻസ് നമുക്ക് ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തിൽ നമുക്ക് 3 വിദേശയാത്രയുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാർ വാങ്ങാനുള്ള ഫണ്ട് ഞാൻ പറഞ്ഞു, ഏകദേശം 13,000 കൂടുതൽ ആൾക്കാർ കാർ ഫണ്ട് വഴി നമ്മുടെ വെസ്റ്റിൽ നിന്ന് കാർ വാങ്ങിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട വീട് വെച്ചിട്ടുണ്ട്. ഇനി വരാൻ പോണ റെവല്യൂഷൻ ആണ് 1 ഡയറക്റ്റ് സെല്ലിംഗ്, 2 വെൽനസ്, 3 ഇ കൊമേഴ്സ്. ഇത് വളർച്ച ഭാഗിക്കാൻ പോകുന്ന ഒരു ഏറ്റവും വലിയൊരു ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഇൻഡസ്ട്രിയാണ്. പറഞ്ഞ ഞാനല്ല, APJ അബ്ദുൽ കലാം പറഞ്ഞ കാര്യമാണ്. ഇന്ത്യ ഡെവലപ്പ് ആണ് 2 കാര്യം കൊണ്ടായിരിക്കും. 1 IT ഫീൽഡ്, 2 ഡയറക്റ്റ് സെല്ലിംഗും ആണ്. അടുത്ത വെൽനസ്, ആരോഗ്യം ആ ഒരു ലെവലിലേക്ക് ചിന്തിച്ചു തുടങ്ങി. എല്ലാവരും ആരോഗ്യത്തെ പറ്റി ബോധരാണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം വളർന്നു കഴിഞ്ഞു, ശരിയല്ലേ? ആമസോൺ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് പോലും ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. സ്വിഗ്ഗി സൊമാറ്റോ ഒരു ഹോട്ടലോ കിച്ചണോ ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂബർ ഓലെ സ്വന്തമായിട്ട് ടാക്സി ഇല്ല, അവർ കോടികളിലാക്കുന്നുണ്ട്. ഫേസ്ബുക്ക് സ്വന്തമായിട്ട് കണ്ടന്റ് ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. യൂട്യൂബിന് സ്വന്തമായിട്ട് വീഡിയോ ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. ഗൂഗിൾ പേക്ക് സ്വന്തമായിട്ട് ബാങ്ക് ഇല്ല, കോടികളിലാക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ ലോകം ഭരിക്കുന്നവർ ഞാൻ ഈ പറഞ്ഞവരല്ലേ എന്ന് ചിന്തിച്ചു നോക്കുക. കാലഘട്ടത്തിനനുസരിച്ച് മാറിയോണ്ടാണ്. നോക്കിയ മൊബൈൽ കൊള്ളിലാണേട്ടോ, അംബാസഡർ കാർ കൊള്ളിലാണ്ടല്ല ഇപ്പൊ കാണാത്ത. അവർ കാലഘട്ടം അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തില്ല. അപ്പൊ കാലഘട്ടം അനുസരിച്ചുള്ള അപ്ഡേഷൻ നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 മേഖലയും ഒരുമിച്ച്, ഈ വളർച്ച പ്രാപിക്കാൻ പോകുന്ന 3 മേഖലയും ഒരുമിച്ചുള്ള കമ്പനിയാണ് നമ്മുടെ വെസ്റ്റേജ്. ഏതൊരു സാധാരണക്കാരനും കണക്ട് ചെയ്യാൻ പറ്റിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻവെസ്റ്റ്മെന്റോ റിസ്ക് ഒന്നുമില്ല. എന്തായാലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങണം. ആ കട മാറി വെസ്റ്റിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് പോകുക. ഒന്നാമത്തെ കാര്യം തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നം നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. 2, ഒന്ന് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നല്ല വരുമാനം എൻ ചെയ്യാൻ പറ്റും. ഇത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാവുന്ന പരിപാടിയല്ല. ഒന്ന് പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ഡിവൈൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പൊ എല്ലാവർക്കും നല്ല തീരുമാനം എടുക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു ബെസ്റ്റ് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പൊ എല്ലാവർക്കും വലിയ സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീരാജ് സാർ. വളരെ മനോഹരമായിട്ട് അതിലേറെ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ഒറ്റത്തവണ കേൾക്കുമ്പോൾ പുതിയതായി വന്ന വ്യക്തിക്ക് ഒറ്റത്തവണ കേൾക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പക്ഷെ പൂർണ്ണമായിട്ട് അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരുമായി സംസാരിക്കുക. പറ്റുമെങ്കിൽ ഇന്ന് സംസാരിച്ച് കൺക്ലൂഷൻ വരുത്താൻ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. ഇതിന്റെ വാല്യൂ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ന് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ അദ്ദേഹത്തിന്റെ പഠനം കഴിഞ്ഞതിന് ശേഷം ഇന്നിപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വന്ന ഒരു സ്റ്റാർ ഡയറക്ടർ പൊസിഷൻ, അതായത് സ്റ്റാർ ഡയറക്ടർ അപ്പോൾ കാർ ഫണ്ട് അദ്ദേഹം പറഞ്ഞില്ലേ, കാർ ഫണ്ട് കിട്ടുന്ന ഒരു പൊസിഷനാണ് സ്റ്റാർ ഡയറക്ടർ. ആ ഒരു ലെവലിൽ നിൽക്കുന്ന വ്യക്തിയാണ്. അത് കൂടാതെ അദ്ദേഹത്തിന് എന്താ പറയാ, ഇതിലൂടെ ഇനിയും വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ ഇനി നമുക്ക് ക്ലോസിംഗ് സെഷനാണ്. ക്ലോസിംഗ് സെഷൻ ചെയ്യാൻ വരുന്നത് മറ്റേതല്ല, നമ്മുടെ ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ ആയിട്ട് 2 മാസം മുമ്പ് അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഒരു സാധാരണ വീട്ടമ്മയല്ല, പക്ഷെ അവര് ഒരു PSC കോച്ചിങ് സെന്റർ നടത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിന്നെ ഒരു ട്രെയിനർ കൂടിയാണ്. വളരെ നന്നായിട്ട് ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അവരുടെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് അവർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമ്മളിപ്പോ കുറെ പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി. ആ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഉപയോഗിച്ച്, ഇതിലെ വെൽനസ് പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിച്ച് അവരുടെ വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ മാറ്റിയെടുക്കാൻ സാധിച്ചു. അതുകൂടാതെ ഇന്ന് അവര് കൃഷിയിലൂടെ നമ്മൾ അഗ്രി പ്രൊഡക്ട്സ് ഉപയോഗിച്ച്, വെസ്റ്റീജിന്റെ അഗ്രി പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കൃഷിയിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള വലിയ മനസ്സും അവർക്കുണ്ട്. നമുക്കറിയാം ഒരു PSC കോച്ച് മാത്രമല്ല, ഒരു ട്രെയിനർ കൂടിയാണ്. അപ്പൊ ആ ഒരു പവറോട് കൂടി എന്താ പറയാ, ഇന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ട്രിപ്പ് പോയിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ നമ്മളെ ക്രൂസ് ഷിപ്പ് ട്രിപ്പ് പോയുള്ള വ്യക്തിയാണ്. ഇപ്പോ
കമ്പനി പറഞ്ഞിട്ടുള്ള 9 തരം വരുമാനങ്ങൾ, ഈ 9 തരം വരുമാനങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, വളരെയധികം സന്തോഷമുണ്ട് മിനി ചേച്ചിയെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാന്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നമുക്ക് ഈ ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാൻ മിനി ചേച്ചിയെ, മിനി മാഡത്തിനെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. പ്ലീസ് വെൽക്കം മാം. ഓക്കെ, താങ്ക് യു ഗീത ചേച്ചി, വളരെ നല്ല രീതിയിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ ഇന്നിവിടെ ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ബിസിനസ് പ്രസന്റേഷൻ ഇവിടെ നമ്മൾ കേട്ടു. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇവിടെ കേട്ടത് ഒരു ബിസിനസ് പ്രസന്റേഷൻ അല്ല, അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ അല്ല. കാരണം ഇത് ലക്ഷക്കണക്കിന്, ഇന്ന് ലോകത്തെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സിസ്റ്റമാണ് നമ്മളിവിടെ കേട്ടത്. അപ്പോ ഈ സിസ്റ്റം ശരിയായ രീതിയിൽ ഫോളോ ചെയ്തിട്ട് ഇതിലൂടെ വിജയിച്ച ഒരുപാട് വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതിന് ഇപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു വെക്കട്ടെ, അങ്ങനെയുള്ള വിജയിച്ചിട്ടുള്ള ഒരുപാട് ലീഡേഴ്സിനെ കാണാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു അവസരമാണ് ഇപ്പൊ വരുന്ന ഞായറാഴ്ച നമ്മൾക്ക് കൊച്ചിൻ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വെസ്റ്റീജിന്റെ അവാർഡ് ഫംഗ്ഷൻ. അപ്പൊ ആ അവാർഡ് ഫംഗ്ഷനിലേക്ക് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അവിടെ വന്ന് ഇപ്പൊ ഈ നമ്മളുടെ മിടുക്കനായിട്ടുള്ള ശ്രീരാഗ് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള രീതിയിൽ, ശ്രീരാഗിന് ഒരു നല്ലൊരു കയ്യടി കൊടുക്കാം. വളരെ ഒരു സ്റ്റുഡന്റ് ആണ്, എന്നിട്ട് പോലും ഈ ഒരു സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഡിഗ്രി കഴിഞ്ഞ് വേറെ മറ്റൊരു കോഴ്സ് എടുത്ത് അങ്ങനെ അവരുടെ ലൈഫ് എൻജോയ് ചെയ്ത് വേറൊരു സ്റ്റൈലിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ശ്രീരാഗ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത്രയും സീരിയസ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്നിപ്പോ ഈ ബിസിനസ് പ്രസന്റേഷൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കാഴ്ചവെച്ചത്. ശ്രീരാഗിന് സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ. ഒപ്പം തന്നെ ശ്രീരാഗിന്റെ മുന്നോട്ടുള്ള പാതയിൽ നല്ല ഇനിയും ഉയരങ്ങളിലേക്ക്, ഇപ്പൊ തന്നെ സ്റ്റാർ ഡയറക്ടറാണ്, അപ്പോൾ ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ നല്ല നല്ല വിജയങ്ങളും നല്ല വരുമാനവും എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കുന്ന രീതിയിൽ ഉയരാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പോ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ശ്രീരാഗ് പ്രസന്റ് ചെയ്തപ്പോ പറഞ്ഞ അത്തരത്തിലുള്ള എല്ലാ വരുമാനങ്ങളും ഈ ഓപ്പർച്യൂണിറ്റിയിലൂടെ എന്തെല്ലാം നമുക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുക. അതെല്ലാം നേടിയെടുത്ത ആളുകളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ അവാർഡ് ഫംഗ്ഷൻ. അപ്പൊ എല്ലാവരും അവാർഡ് ഫംഗ്ഷനിൽ വന്ന് ആ ഒരു ലീഡേഴ്സിനെയും ഇതൊക്കെ ഇവിടെ കേട്ടതെല്ലാം സത്യമാണോ എന്ന് നിങ്ങൾക്ക് നേരിട്ട് അറിയാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ആ അവാർഡ് ഫംഗ്ഷൻ. അപ്പൊ എല്ലാവരും അത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. എന്തായാലും ഞാൻ പറഞ്ഞു, ഇതൊരു ബിസിനസ് പ്ലാൻ അല്ല, ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു സിസ്റ്റം ആണെന്ന്, അല്ലെ? അപ്പോ നിങ്ങൾക്ക് എല്ലാവരും തോന്നുന്നുണ്ടാകും ഇതിൽ വിജയിച്ച ആളുകളെല്ലാം തന്നെ എക്സ്ട്രാ ഓർഡിനറി എന്തെങ്കിലും ടാലന്റ് ഉള്ള ആളുകളാണോ എന്ന്. അപ്പോ എക്സ്ട്രാ ഓർഡിനറി ടാലന്റ് ഉള്ള ആളുകൾ മാത്രമല്ല ഈ ബിസിനസ്സിലൂടെ വിജയിച്ചിരിക്കുന്നത്. ഇതിനകത്ത് വിജയിച്ചു വന്ന ആളുകൾ ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അതുപോലെ തന്നെ റിച്ച് ഫാമിലിയിൽ നിന്നുള്ളവരൊന്നും മാത്രമല്ല, ഓർഡിനറി പീപ്പിൾസ്, അതായത് സാധാരണ ഒരു ഓർഡിനറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്തിരുന്ന വ്യക്തികൾ ഇന്ന് എക്സ്ട്രാ ഓർഡിനറി ലൈഫ് സ്റ്റൈലിലേക്ക് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഈ ബിസിനസ്സിലേക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത്. കാരണം അത് ഒരു സീറോയിൽ നിന്ന് ഒരു വ്യക്തിയെ ഹീറോ ആക്കാനായിട്ട് സാധിക്കുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ കേട്ടത്. അപ്പൊ അത്രത്തോളം മഹനീയമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ അല്ലെങ്കിൽ അത് ശ്രവിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ് ഇന്ന് എന്റെ മുന്നിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഉള്ളവര്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കേട്ടപ്പോൾ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടുമോ, ഇതില് റിസ്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് കിട്ടുമോ, ഇത്തരത്തിലുള്ള പല പല സംശയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിൽ ഈ സമയത്ത് കടന്നു വന്നിരിക്കാം. അതെല്ലാം സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ബിസിനസ് നമ്മൾ തനിച്ചല്ല ചെയ്യുന്നത്. ശ്രീരാഗ് അത് ഒന്ന് രണ്ട് തവണ എടുത്തു പറയേണ്ടായി ഈ പ്ലാൻ പ്രസന്റേഷൻ. ഇത് നമ്മൾ തനിച്ച് ചെയ്യുന്ന ഒരു വർക്കല്ല. ഇവിടെ നിങ്ങൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വരുന്ന ഏത് വ്യക്തികൾക്കും മതിയായ രീതിയിൽ നമുക്ക് ട്രെയിനിങ് ലഭിക്കുന്നുണ്ട്. ഇത് ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റമാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടത്. ഒപ്പം തന്നെ നമുക്ക് ടീം സപ്പോർട്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മളിവിടെ ടീം സപ്പോർട്ട് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വിജയിക്കുന്നവരെല്ലാം ഈ ബിസിനസിനെ കുറിച്ചിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് വരുന്നവരാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇവിടെ വിജയിച്ചവരെല്ലാം തന്നെ ഈ ബിസിനസ് പഠിക്കാൻ തയ്യാറായവരാണ്. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്ത് ഈ സിസ്റ്റം ഫോളോ ചെയ്യാനും ടീം സപ്പോർട്ടോട് കൂടിയിട്ട്
കൺസിസ്റ്റന്റ് ആയിട്ട്, അതാണ് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു വാക്ക്. സ്ട്രോങ് ഡിസിഷൻ എടുക്കുക, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പ്രവർത്തിക്കുക. അങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികളാണ് ഈ ബിസിനസ്സിൽ ഈ പറയുന്ന ഈ 9 തരത്തിലുള്ള വരുമാനങ്ങൾ നേടി ഇന്ന് ഓർഡിനറി ലൈഫിൽ നിന്നും എക്സ്ട്രാ ഓർഡിനറി ലൈഫിലേക്ക് എത്തിയിട്ടുള്ള വ്യക്തികൾ. ഇവിടെ പലരും പറയുന്നത് കേൾക്കാം, നമ്മൾ ഇത്തരം ഓപ്പർച്യൂണിറ്റി ഒക്കെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഞാൻ പിന്നീട് ചെയ്യാം, എല്ലാവരും ലേറ്റർ അത് പിന്നീട് നാളെ നീളെ എന്ന് പറയുന്ന പോലെ എല്ലാവരും പിന്നത്തേക്ക് മാറ്റിവെക്കും. ഈ പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ആളുകൾ ഒന്നും തന്നെ ലൈഫിൽ ഒരു ചേഞ്ചും പിന്നീട് കണ്ടതായിട്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്തൊരു ഓരോ അവസരങ്ങളും ഓരോ ടൈമിലാണ് നമുക്ക് ഇവിടെ കിട്ടുക അല്ലെ നമ്മുടെ ലൈഫിൽ. ആ അവസരങ്ങൾ ഇത് എനിക്കുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ അതിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇവിടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഒരേ കമ്പനിയാണ്. എപ്പോൾ നമ്മൾ കേൾക്കുമ്പോഴും എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കമ്പനി ഇത് തന്നെയായിരിക്കും, സെയിം പ്രൊഡക്റ്റുകൾ തന്നെയായിരിക്കും, അതുപോലെ തന്നെ സെയിം പ്ലാൻ തന്നെയായിരിക്കും നമുക്കിവിടെ കാണാൻ കഴിയുക. പക്ഷെ അവിടെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത് നമ്മുടെ ടൈം മാത്രമാണ്. അപ്പൊ അവിടെ വ്യത്യാസം ടൈമിന് മാത്രമാണ്. ഇന്ന് ഈ പ്ലാൻ കേട്ട് സീരിയസ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് ഈ തന്റെ ലൈഫിൽ ചേഞ്ച് വരണം, ഇതിലൊക്കെ നമ്മുടെ ഹെൽത്ത്, അതുപോലെ തന്നെ വെൽത്ത്, അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ, ഇതിലെല്ലാം ചേഞ്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ഈ ഒരു നിമിഷം തന്നെ ഡിസിഷൻ എടുത്ത് മുന്നോട്ട് വരികയാണെങ്കിൽ ഇന്ന് ഡിസിഷൻ എടുത്ത ആളുകളെല്ലാം നാളെ ലീഡേഴ്സ് ആണ്. അപ്പൊ അതാണ് നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ. ഇന്ന് ഡിസിഷൻ എടുക്കുന്നവർ നാളെ ഉറപ്പായിട്ടും ലീഡേഴ്സ് ആണ്. നാളത്തേക്ക് മാറ്റി വെക്കുന്നവരാണ് ഇവിടെ അവരുടെ ലൈഫ് എന്നും ആ നാളെ നീളെ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടാവും. നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുണ്ടാവും, അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു വ്യക്തിയുടെയും ലൈഫിൽ ഒരു ചേഞ്ച് നമ്മൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നുണ്ടാവില്ല. അപ്പൊ അത്രത്തോളം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് ശരിയായ രീതിയിൽ സിസ്റ്റം ഫോളോ ചെയ്യാൻ തയ്യാറായി വരുന്ന നിങ്ങളെ കാത്ത് വലിയൊരു ടീം ഇവിടെ റെഡിയാണെന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണം, ഏത് രീതിയിൽ നിങ്ങൾ ബിസിനസ്സിൽ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, ആ രീതിയിൽ നിങ്ങൾ എത്താനായിട്ട് ഇപ്പൊ ഇവിടെ ശ്രീരാഗ് പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ ടേൺ ഓവർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് എത്ര വരുമാനം വേണം എന്നുള്ളത് നമ്മൾക്ക് നിശ്ചയിക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഈ ബിസിനസ്സിൽ നിന്ന് വേണ്ടത്, ആ വേണ്ടുന്നതെല്ലാം നിങ്ങൾക്ക് നേടിത്തരാൻ പറ്റുന്ന ഒരു ടീം ഇവിടെ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഏത് ഉയരത്തിൽ വരേക്കും എത്താനായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മളുടെ ഡിസിഷൻ ആ ഡിസിഷൻ ശരിയായ ഡിസിഷൻ തെരഞ്ഞെടുക്കാനായിട്ടാണ് നമ്മൾ ഈ സമയം തീരുമാനിക്കേണ്ടത്. അപ്പൊ ഇതോടൊപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി പറഞ്ഞോട്ടെ. ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഈ ചേച്ചി വളരെ എന്നെ പരിചയപ്പെടുത്തിയ സമയത്ത് പറയുണ്ടായി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്. എന്നെ സംബന്ധിച്ച് ഞാൻ ഇത്തരത്തിലൊരു ബിസിനസ് പ്ലാൻ, ഈ ഒരു ഇൻകം പ്ലാനോ അല്ലെങ്കിൽ ഇതിലുള്ള ഒരു നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് എന്നൊന്നും കണ്ടിട്ട് വന്ന ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ ഇതിൽ വെറും ഒരു കസ്റ്റമർ ആയിട്ട് എൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതിൽ വന്ന ശേഷം എനിക്ക് ഹെൽത്ത് മാത്രമല്ല വെൽത്ത്, ഈ ഒരു കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ഞാൻ രണ്ട് ട്രിപ്പ്, ഒരു ട്രിപ്പ് എൻ്റെ മകള് തായ്ലൻഡ് ട്രിപ്പ് എൻ്റെ മകൾക്കാണ്. മകൾ 10th പാസ്സായ സമയത്ത് അവൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത് കഴിഞ്ഞ തവണത്തെ തായ്ലൻഡ് ട്രിപ്പ്. അത് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഞാൻ ഹസ്ബൻഡും കൂടിയും ദുബായ് ഖത്തർ പോകാനായിട്ടുള്ളൊരു അവസരം ഞാൻ കിട്ടി. നിങ്ങളൊന്നും ഓർക്കണം, ഞാൻ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുന്ന സമയത്ത് ഹെൽത്ത് വൈസ് ഞാൻ ഒട്ടും ഓക്കെ അല്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു യാത്ര സ്വപ്നത്തിൽ അല്ലെ, നമുക്ക് സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്ന പോലെ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു എനിക്ക് അങ്ങനെ ഒരു യാത്രയൊക്കെ. കാരണം വീട് വിട്ട് പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെൽപ്പ് ഇല്ലാതെ പറ്റാത്തൊരു സ്റ്റേജിൽ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്ന് എൻ്റെ ഹെൽത്ത് ഇത്രയും ബെറ്ററാക്കി നേടിയെടുത്തുകൊണ്ട് വെസ്റ്റീജിന്റെ ട്രാവൽ ഫണ്ട് ഉപയോഗിച്ച് ദുബായ് ഖത്തർ പോകാനായിട്ടുള്ള ഒരു അവസരം, അതും ഫാമിലി ആയിട്ട് പോകാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സന്തോഷ വാർത്ത, ഈ വരുന്ന മാർച്ച് മാസത്തിൽ അടുത്ത തായ്ലൻഡ് ട്രിപ്പ് വരെയാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ ആ തായ്ലൻഡ് ട്രിപ്പിന് ആയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ വന്നാൽ മാത്രം കിട്ടുന്ന നമുക്ക് പ്ലസ് ആണ്, ബോണസ് ആണ്. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന ഇൻകത്തിന് ഉപരിയായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുക. അതുപോലെ കാർ ഫണ്ട് അച്ചീവർ ആണ്. ഇപ്പോൾ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ എന്ന പൊസിഷനിൽ നിൽക്കുമ്പോൾ കമ്പനി തരുന്ന 9 വരുമാനവും നേടുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ സാധിച്ചതൊക്കെ ഈ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട്
തീരുമാനിക്കുകയും ഒരു ശരിയായ ഡിസിഷൻ എടുക്കുകയും ടീമിനൊപ്പം നിന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തത് മാത്രമാണ് എൻ്റെ ഈ ബിസിനസ്സിൽ ഞാൻ നേടിയ സക്സസിന്റെ എനിക്കുണ്ടായ ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ എനിക്ക് അതിനപ്പുറം ഒരു പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് മുൻപ് എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഒരു കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലാണ്. അത് റിസൈൻ ചെയ്തിട്ട് മറ്റൊരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് എത്തിയത് തന്നെ. ഈ ഇപ്പൊ ഞാൻ എന്നെ എക്സൈറ്റ്മെന്റിൽ എന്നെ പരിചയപ്പെടുത്തി മിനി അനിൽകുമാർ എന്റെ പേര്. ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്ന പാലക്കാട് നിന്നാണ്. എന്റെ സ്വദേശം, ഞാൻ ജനിച്ചു വളർന്ന് ഏകദേശം ഞാൻ എന്റെ ലൈഫിൽ നല്ലൊരു സമയവും ചെലവഴിച്ചത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ്. അവിടെ നിന്ന് ഈ പാലക്കാടേക്ക് വരാനുള്ള കാര്യം ഞാൻ മറ്റൊരു ജോലി തേടി വന്നതാണ്. ആ ജോലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജില്ലാ ബാങ്കുകൾ ഇപ്പൊ എല്ലാം ഏകീകരിച്ചുകൊണ്ട് ഇപ്പോ കേരള ബാങ്ക് രൂപീകരിച്ചു. അപ്പൊ കേരള ബാങ്ക് രൂപീകരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ആ ജോലി ലഭിച്ചില്ല. പിന്നീട് അത് കേസിലേക്ക് പോയി. ആ ഒരു സമയത്ത് എന്റെ ഹെൽത്തും ഓക്കെ അല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് ഇത്രയും മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റി എന്റെ കയ്യിൽ കിട്ടിയത്. അത് എനിക്കുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് സ്വീകരിക്കാൻ ഞാൻ ആ സമയം ഒരു കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തു എന്നുള്ളതാണ് ഈ ബിസിനസ്സിൽ ഞാൻ ചെയ്ത ഏക ഒരു കാര്യം. അപ്പൊ നമ്മള് എല്ലാവർക്കും അവസരങ്ങൾ വരും. അവസരങ്ങൾ നമുക്കുള്ളതാണെന്ന് നമ്മൾ തിരിച്ചറിയാത്തതും അത് തിരിച്ചറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കാത്തതും മാത്രമാണ് നമ്മുടെ ലൈഫിലുള്ള പരാജയത്തിന്റെ കാരണങ്ങൾ. അപ്പൊ അതുപോലെ നമ്മുടെ ലൈഫിലെ റിസ്കുകളെ കുറിച്ച് പറയും അല്ലെ. ഏറ്റവും വലിയ റിസ്ക് എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവാത്താണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ റിസ്ക് എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് എന്റെ ഒരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വെച്ചിട്ട് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ പൊതുവെ ആളുകളെ നോയേ പറയുള്ളൂ. ഇതൊരു ഓപ്പർച്യൂണിറ്റി, അപ്പൊ ഒരു പക്ഷെ പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും ഈ ഒരു ഓപ്പർച്യൂണിറ്റിക്ക് കടന്നു വരാൻ ചിലപ്പോൾ എല്ലാവരും തയ്യാറായി എന്ന് വരില്ല. കാരണം ഹെൽത്ത് ഓക്കെ അല്ല എന്നുള്ളൊരു കാരണം പറഞ്ഞുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ പക്ഷെ ഞാൻ ഇവിടെ അതിനെ ഓവർകം ചെയ്തു. കാരണം ഇത് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ, ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചപ്പോഴും എനിക്ക് വേറൊരു ഗുണം എന്ന് വെച്ചാൽ അതുവരെ നമ്മൾ മെഡിസിനുകളും ഡോക്ടറെ കാണലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ കയറി വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ചെലവുകൾ മാത്രമേ ഉള്ളൂ, ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ല. ഇവിടെ നമ്മൾ സപ്ലിമെന്റ് ഉപയോഗിച്ച് എന്റെ ആരോഗ്യം കിട്ടിയെന്ന് മാത്രമല്ല, എനിക്ക് ഞാൻ വാങ്ങി ഉപയോഗിക്കുന്ന സപ്ലിമെന്റുകൾ എന്റെ ചെലവുകളാണ് അല്ലെ. ആ ചെലവുകളിൽ നിന്ന് എനിക്ക് വരുമാനവും വരാൻ തുടങ്ങി. അപ്പൊ അതാണ് ഞാൻ ഇതിനകത്ത് കണ്ട പ്ലസ്. അപ്പൊ നമ്മൾക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്ത് നിന്നാൽ നമ്മുടെ ലൈഫിലെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇന്നിപ്പോ ഈ ഒരു ബിസിനസ് പ്ലാൻ കേൾക്കുകയും എന്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാനായിട്ട് എനിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇപ്പോ നിങ്ങൾ ശരിയായ ഒരു ഡിസിഷൻ എടുക്കുക. നിങ്ങൾ ആരെയാണോ നിങ്ങളെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തികളോട് ഈ പ്രോഗ്രാം കഴിയുന്ന ആ സമയം തന്നെ ഫോൺ ചെയ്ത് നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. ഒപ്പം പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ നമ്മളുടെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ സിസ്റ്റം ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറാവുക. അത് മാത്രമാണ് ഈ ബിസിനസ്സിൽ വിജയിക്കാനായിട്ട് നമുക്ക് വേണ്ട ആകെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇവിടെ ഏജ് ഒരു പ്രശ്നമല്ല, നമ്മളുടെ ജെൻഡർ സ്ത്രീയാണോ പുരുഷനാണോ അതൊരു പ്രശ്നമല്ല, നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇവിടെ പ്രശ്നമല്ല, നമ്മളുടെ ഡിസിഷൻ മാത്രമാണ് ഇവിടെ നമ്മൾക്ക് പ്രശ്നമായിട്ടുള്ളത്. അപ്പൊ ശരിയായ ഡിസിഷൻ ശരിയായ സമയത്ത് നമ്മൾ എടുത്താൽ, ശരിയായ ആളുകളുടെ ഒപ്പം നമ്മൾ നിൽക്കുമ്പോൾ നമ്മളുടെ ലൈഫിൽ ശരിയായ ഗ്രോത്ത് ഉണ്ടാകും. അതിന് ഒരു തെളിവ് നിങ്ങളുടെ മുന്നിൽ ഒരു തെളിവ് തന്നെയാണ് എനിക്ക് എന്റെ ലൈഫ്. അപ്പൊ അതുപോലെ തന്നെ എനിക്കിത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും അത് സാധിക്കും എന്നുള്ളത് 110%, നമ്മൾ 100%-ലല്ല 110% ഉറപ്പാണ്. അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. താങ്ക് യു. വിഷ് യു വെൽത്ത്. താങ്ക് യു മിനി ചേച്ചി. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്താ പറയാ ആ ഒരു ലൈഫ് മുഴുവൻ അവിടെ വരച്ച് കാണിച്ചു. ഹെൽത്ത് ഇഷ്യൂസ് മാറി ഈ ഒരു നമ്മള് ചെലവുകൾ, അതായത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ തീർച്ചയായിട്ടും വലിയ ചെലവാണ് നമുക്ക് വരുന്നത്. ആ ഒരു ചെലവിനെ വരുമാനമാക്കി മാറ്റി അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഈ ഒരു വലിയ നേട്ടമാണ് മിനിച്ചേച്ചി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോ ഈ ഒരു പാത പിന്തുടർന്നാല് നമുക്ക് ഓരോരുത്തർക്കും വിജയിക്കാൻ സാധിക്കും. അപ്പോ പറഞ്ഞ പോലെ ഇന്നിപ്പോ പുതിയതായി വന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുക. ഇത് നമുക്കുള്ള കിട്ടിയുള്ള ദൈവികമായിട്ടുള്ള ഒരു അവസരമാണ്. അപ്പൊ അത് ഇന്ന് തന്നെ വിളിച്ച് രജിസ്ട്രേഷനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇനി മറ്റൊന്ന് ചിന്തിക്കാൻ ഇവിടെ ഇല്ല. കാരണം നമുക്ക് പ്ലാൻ ആയാലും ഇന്നിപ്പോ എക്സ്പീരിയൻസ് ആയാലും രണ്ടും ഒരുപോലെ വാല്യുബിൾ ആയിട്ടുള്ള സംഗതികളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ തീരുമാനം എടുക്കുക, ഇതില് ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക്
അടുത്ത സ്റ്റെപ്പ് ഈ ഒരു സിസ്റ്റം എന്താണ് സിസ്റ്റം പറയുന്നത് അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും. അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വിന്നിംഗ് ടീം പറഞ്ഞ വണ്ടർഫുൾ ആയുള്ള ഓർഗനൈസേഷൻ ആണ് നമുക്കുള്ളത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യയിലും മാത്രമല്ല വിദേശത്തും ഒരുപോലെ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. അതിലൂടെ വന്ന വ്യക്തികൾ വലിയ വലിയ നേട്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ് ഈ ഒരു വിന്നിംഗ് ടീമിൽ വന്നെത്തിയതിന്. അപ്പോ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം, ഇനിയുള്ള കാലം, ഫ്യൂച്ചർ, ഒരു ശോഭനമായ ഒരു ഫ്യൂച്ചർ എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽ.